നമസ്കാരം. ജല്ലിക്കെട്ടിന് തമിഴ്നാട് നിയമസഭയുടെ പച്ചക്കൊടി. നിയമനിർമ്മാണ സഭ ഇന്ന് ജല്ലിക്കെട്ടിനായി ബില്ല് പാസാക്കി. വലിയ പ്രതിഷേധങ്ങൾ, അത് അതിരുവിടുന്ന കാഴ്ചകളാണ് തമിഴ്നാട്ടിലെങ്ങും ഇന്ന് കാണാൻ കഴിഞ്ഞത്. ഒരു മരണവും ഇന്ന് സംഭവിക്കുകയുണ്ടായി. ബില്ല് പാസ്സായി ജല്ലിക്കെട്ട് മുന്നോട്ട് പോകുമ്പോഴും ഉയരവധി ചോദ്യങ്ങൾ നിയമതലത്തിൽ നിന്നും അല്ലാതെയുമൊക്കെ. ഈ വിഷയം ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നു. ജല്ലിക്കെട്ടിനായുള്ള ബിൽ തമിഴ്നാട് നിയമസഭ പാസാക്കിയ സാഹചര്യത്തിൽ തമിഴ്നാട്ടിൽ ജല്ലിക്കെട്ട് സമരം പിൻവലിച്ചു. ചെന്നൈ മറീന ബീച്ചിൽ ഇന്നും സമരാനുകൂലികൾ പിരിഞ്ഞു പോവുകയാണ്. ഈ വിഷയം ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുമ്പോൾ നമ്മോടൊപ്പം KVS ഹരിദാസ്, മാധ്യമപ്രവർത്തകൻ, ശ്രീ ശശി, അദ്ദേഹം ഈ ഫെസ്റ്റിവൽ കോർഡിനേഷൻ്റെ പ്രതിനിധി കൂടിയാണ്, വാസുരേന്ദ്ര ബാബു, മാധ്യമപ്രവർത്തകൻ, ദേവദാസും ചേരും, ഒപ്പം അനൂപ് ചന്ദ്രൻ, ഈ മൃഗങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന സംഘടനയുടെ പ്രതിനിധി കൂടിയാണ്. തൃശ്ശൂരിലേക്ക് ശ്രീ ശശി, നിങ്ങളുടെയൊക്കെ വാദഗതികൾ അംഗീകാരം നേടിക്കൊണ്ടിരുന്ന ഒരു സ്റ്റേറ്റ്, അത് തമിഴ്നാട് ബില്ല് പാസാക്കി നിയമം മൂലം പരിരക്ഷ ജല്ലിക്കെട്ടിനായി നൽകിയിരിക്കുന്നു. എങ്ങനെ ഐതിഹാസികമായ ഇടപെടലിന്റെ വിജയമായിട്ടാണോ ഈ മേഖലയിൽ ഇന്നുണ്ടായ ഈ ചലനത്തെ നിങ്ങൾ നോക്കിക്കാണുന്നത്? തീർച്ചയായും ഇന്ന് തമിഴ്നാട്ടിലെ സഹോദരന്മാർ നടത്തിയിട്ടുള്ള ഒരു ഐതിഹാസിക സമരം ജാതിമത രാഷ്ട്രീയത്തിനെല്ലാം അതീതമായിട്ട് നമ്മുടെ ജനങ്ങളുടെ ഒരു കൂട്ടായ്മയുടെ വിജയമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ അല്ലെങ്കിൽ രാജ്യവിരുദ്ധമായിട്ടുള്ള ഒരു സമരമല്ല. അവിടുത്തെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ നിലനിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ കാർഷിക പ്രവൃത്തിയുടെ ഭാഗമായിട്ടുള്ള ജല്ലിക്കെട്ട് പോലെയുള്ള ഉത്സവങ്ങൾ നിലനിർത്തണമെന്ന് ആവശ്യപ്പെട്ട് ജനങ്ങൾ സംഘടിപ്പിച്ച് ഒരുമിച്ചിറങ്ങിയതിൻ്റെ ഒരു മഹത്തായ വിജയമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. ഇത് നമ്മുടെ രാജ്യത്തെ എല്ലാ വിഭാഗം ആൾക്കാർക്കും ഇതൊരു പാഠമാണ്. അതാത് സംസ്കാരങ്ങൾ സംരക്ഷിക്കാൻ എല്ലാ വിഭാഗങ്ങളും ഇതുപോലെയുള്ള കാര്യങ്ങളായിട്ട് മുന്നോട്ട് വരണം എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് ഇത് നമുക്കെല്ലാവർക്കും നൽകുന്നത്. യെസ്, അതാണ് വാദിക്കുന്ന സംഘടനയുടെയൊക്കെ തന്നെ പ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹം പറയുന്നത്. ശ്രീ വാസുരേന്ദ്ര ബാബു, ഇന്ന് തമിഴ്നാട്ടിൽ നടന്ന ഈ സമരം, അതിന്ന് അതിരുവിട്ട കാഴ്ചകൾ നമ്മളെല്ലാവരും കണ്ടു. എത്രത്തോളം അതിൻ്റെ കാഠിന്യം, സങ്കീർണത പോയിട്ടുണ്ടോ ആ രീതിയിൽ ഒരു ആൾനഷ്ടം പോലും ഇന്ന് ഒരു ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് ഈ ദിനത്തിൽ ഇന്ന് നമ്മൾ വാർത്തകൾ ശ്രവിച്ചു. ഇന്നിപ്പോൾ വൈകുന്നേരം തമിഴ്നാട് നിയമസഭയിൽ ഈ ജല്ലിക്കെട്ട് എന്ന ആ ഒരു സാംസ്കാരിക തനിമ എന്ന് അവകാശപ്പെടുന്ന ആ ഒരു വ്യവസ്ഥ, ഒരു പ്രക്രിയ, അത് നിയമരൂപേണ അത് പാസ്സാക്കിയെടുക്കുമ്പോൾ എന്തൊക്കെ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്? നിങ്ങളെ പോലെയുള്ള ആളുകളൊക്കെ ഇതിൽ രണ്ട് വശം കൂടി കാണുന്നത് കൊണ്ട്. ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി, നമുക്കിതിൻ്റെ സാംസ്കാരിക അർത്ഥവും അതൊക്കെ നമുക്ക് പരിശോധിക്കാം. എങ്കിലും ഇപ്പോൾ ആ ഇഷ്യൂ വന്ന് നിൽക്കുന്നത് ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ആയി തീർന്നിരിക്കുന്നു ജല്ലിക്കെട്ട്. ഒരു കാളയോട്ട മത്സരം എന്നതിൻ്റെ നിലയൊക്കെ വിട്ട് ഒരു സംസ്ഥാന ജനതയുടെ സാംസ്കാരിക തനിമയുടെ കണ്ടെത്തൽ എന്ന നിലയ്ക്കുള്ള വാദമുഖങ്ങളൊക്കെ വിട്ട് സുപ്രീം കോടതിയെ എതിർത്തുകൊണ്ട്, നിയമവാഴ്ചയെ എതിർത്തുകൊണ്ട് ഒക്കെ നടത്തുന്ന ഒരു വളരെ സങ്കുചിതമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരു രാജ്യം കുമ്പിട്ട് നിൽക്കുന്ന അതിദയനീയവും അങ്ങേയറ്റം ജുഗുപ്സാവകം, ബീഭത്സവും, അല്ലെങ്കിൽ അങ്ങേയറ്റം എന്താ പറയുക, അംഗീകരിക്കാൻ കഴിയാൻ അനഭിലഷണീയവും ഒരു അവസ്ഥാന്തരത്തിലേക്ക് മാറിയിരിക്കുന്നു ഈ പ്രശ്നവുമായി ബന്ധിപ്പിച്ച് നമ്മുടെ രാജ്യം. ഭാരതം എന്നൊക്കെ നമ്മൾ വിളിക്കുമ്പം അതിന് പൊതുവിൽ ചില മാനദണ്ഡങ്ങളുണ്ട്. ഒരു ജനാധിപത്യ രാജ്യം എന്ന നിലയ്ക്ക് ഭരണഘടന, ജനാധിപത്യത്തെ അംഗീകരിക്കുന്ന ജീവിതശൈലി, സംസ്കാരം, ഇതൊക്കെയുണ്ട്. ഇതൊക്കെ മാറ്റി നിർത്തി ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ അവർ വലിയ പ്രക്ഷോഭത്തിലേക്ക് തുനിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യങ്ങളും കോടതിയെ മറികടന്ന് ഇതപര്യന്തം എക്സിക്യൂട്ടീവ് നിലനിർത്തിയിരുന്ന ജനകീയ വീക്ഷണങ്ങളും വികാരങ്ങളും മറന്ന്, ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ മൂല്യബോധത്തെ മറന്ന് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുക എന്ന തെറ്റായ ഒരു കീഴ്വഴക്കമാണ് കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ കൈക്കൊണ്ടിരിക്കുന്നത്. വലിയ വില കൊടുക്കേണ്ടി വരും ഈ തെറ്റായ ഈ പ്രവൃത്തിക്ക്. ആ തെറ്റായ പ്രവൃത്തിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും എന്ന് ഞാൻ പറയുമ്പോൾ പ്രജീഷ്, അതിലടങ്ങിയിരിക്കുന്ന അപായകരമായ മറ്റ് രാഷ്ട്രീയ ദുസ്സൂചനകൾ കൂടിയുണ്ട്. അത് ഞാൻ രണ്ടാം ഘട്ടത്തിൽ സംസാരിക്കുമ്പോൾ പറയാം. ശ്രീ KVS ഹരിദാസ്,
നമ്മൾ എല്ലാവരും അംഗീകരിക്കുന്നത് തമിഴകത്തിന്റെ ഐതിഹാസിക വിജയം മാത്രം എല്ലാവരും ഒത്തൊരുമയോടുകൂടി കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജാതിമത ഭേദമന്യേ ഏവരും ഒരുമിച്ച് നിന്ന് നേടിയ ഒരു വിജയമെന്ന് അവകാശപ്പെടുമ്പോഴും അത് ഉയർത്തുന്ന ചില അടയാളങ്ങൾ, മുന്നോട്ട് വയ്ക്കുന്ന അടയാളങ്ങളുണ്ട്. അതിവിടെ ഭാസുരേന്ദ്ര ബാബു സൂചിപ്പിച്ചതുപോലെ ഒരു വ്യവസ്ഥിതിയുടെ, ജനാധിപത്യ വ്യവസ്ഥയുടെ, നിയമവ്യവസ്ഥയുടെ ഒക്കെയുള്ള പല ചോദ്യങ്ങൾ, തച്ചുടയ്ക്കപ്പെടുന്ന പല ബിംബ വ്യവസ്ഥകൾ, നമ്മുടെ പല മാമൂലുകൾ അല്ലെങ്കിൽ നിയമവ്യവസ്ഥയിൽ ഊന്നിയുള്ള കാഴ്ചപ്പാടുകൾ, ഇതിനൊക്കെ ഒരു വെല്ലുവിളിയായി ചില ചോദ്യങ്ങളെങ്കിലും മാറുന്നുണ്ടോ? താങ്കളെ പോലെയുള്ള വ്യക്തികൾ ഇന്നത്തെ ഈ നിയമനിർമ്മാണവും തുടർന്നുള്ള സംഭവവികാസങ്ങളെയും എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? പ്രജീഷ, ഇത് ഇപ്പോൾ ശ്രീ ഭാസുരേന്ദ്ര ബാബു പറഞ്ഞതുപോലെ തന്നെ പ്രശ്നങ്ങൾ അനവധി ഇതിൻ്റെ പിന്നിലുണ്ട് എന്നതിൽ അംഗീകരിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. പക്ഷേ നമ്മളിവിടെ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, നൂറ്റാണ്ടുകളായിട്ട് ഒരു നാട്ടിൽ നടന്നു വരുന്ന ചില ആചാരങ്ങളുണ്ട്. ആ ആചാരങ്ങൾ പൊടുന്നനെ ഒരു കോടതി വിധി കൊണ്ട് നിർത്താക്കാൻ പറ്റുമോ എന്നൊരു പ്രശ്നം ഇവിടെ ഉയരുന്നുണ്ട്. ആ കോടതി വിധിക്ക് ഉപോത്ബലകമായിട്ടുള്ള ഹർജികൾ, അതിൻ്റെ പിന്നിലുള്ള ചില താല്പര്യങ്ങൾ, ഇതൊക്കെ തന്നെ സംശയത്തിൻ്റെ നിഴലിൽ ഇപ്പോൾ വന്ന് നിൽക്കുകയാണ്. കാരണം പെറ്റ പോലുള്ള വിദേശ ബന്ധങ്ങളില്ല, അല്ലെങ്കിൽ വിദേശത്ത് പിറന്നു വീണ ചില സംഘടനകളുടെ നിക്ഷിപ്ത താല്പര്യങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ള ആക്ഷേപങ്ങൾ പോലും ഇപ്പോൾ വന്നിരിക്കുന്നു. ഇതെല്ലാം നമ്മൾ കൂട്ടി വായിക്കേണ്ടതുണ്ട്. അതേ സമയത്ത് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ കേരളത്തിൽ നമ്മളിപ്പോൾ ഒറ്റ നോട്ടത്തിൽ പറയാൻ പാടില്ലെങ്കിൽ പോലും കേരളത്തിൽ എഴുന്നള്ളിപ്പിന് ആനയെ കൊണ്ടുവരുന്നതിനെക്കുറിച്ച് പോലും വിവാദങ്ങളുണ്ടായില്ലേ? ഇപ്പോൾ തൃശ്ശൂർ പൂരം പോലുള്ള കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന, ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു ആഘോഷത്തിന് പോലും ആനയെ എഴുന്നള്ളിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള വിവാദങ്ങൾ പോലും കഴിഞ്ഞ വർഷം വരെ ഉണ്ടായി. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾക്ക് കോടതി വിധിയാണോ അവസാനമായിട്ട് വരേണ്ടത്, അതോ ഇത്തരം പ്രശ്നങ്ങളെ കോടതികൾ ഉൾപ്പെടെയുള്ളവ എങ്ങനെ നോക്കി കാണണം എന്നത് നമ്മൾ വിലയിരുത്തേണ്ടിയിരിക്കുന്നു. ഇതൊന്നും ഒരു ഒറ്റ ഉത്തരവിലൂടെ പരിഹാരം കാണാവുന്നവയല്ല. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഭാസുരേന്ദ്രബാബു സൂചിപ്പിച്ചതിലേക്ക് ഞാൻ വരിക. ഇപ്പോൾ നാളെ ശംഖുമുഖം കടപ്പുറത്ത് അല്ലെങ്കിൽ പുത്തരിക്കണ്ട മൈതാനിയിൽ ഇതുപോലെ തന്നെ കുറേ ആൾക്കാർ ഒന്നിച്ച് അണിനിരന്ന് വന്നിട്ട് ഇന്നത് നടന്നാലേ ഞങ്ങൾ പിൻവാങ്ങുള്ളൂ എന്നുള്ളൊരു അവകാശവാദം ഉന്നയിച്ചാൽ ഒരു ഭരണകൂടത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ മറീന ബീച്ചിലുണ്ടായ സംഭവം ചെറിയ പ്രശ്നമല്ല. അതിൻ്റെ പുറകിൽ അനവധി ശക്തികളുണ്ടെന്ന് പോലും നമ്മൾ കാണുകയുണ്ടായി. കാരണം നമ്മൾ ഇന്ന് ചില സോഷ്യൽ മീഡിയയിലും ചില വാർത്താ മാധ്യമങ്ങളിലൊക്കെ കണ്ട ചിത്രങ്ങൾ നമ്മൾ കാണണം. അവിടെ ഇരിക്കുന്ന പ്രായം ചെന്ന അമ്മമാർ അവർ ഉയർത്തി കാണിക്കുന്ന പ്ലേക്കാർഡുകൾ ഈ ജല്ലിക്കെട്ട് വേണമെന്നല്ല, ഈ തമിഴ് ഈലം വേണമെന്നുള്ളതാണ്. അപ്പോൾ ഈ തമിഴ് ഈലത്തിൻ്റെ മുദ്രാവാക്യം പോലും ഇന്നലെയും ഇന്നും മിനിയാന്നും ഒക്കെ മറീന ബീച്ചിൽ ഉയർന്നു എന്നുള്ളത് നമ്മൾ കാണാതെ പോയി കൂടാ. അപ്പോൾ ഇത്തരം ശക്തികൾ ഈ തമിഴ് ജനതയുടെ ഉള്ളിൽ കടന്നു കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇതിനിടയിൽ ശ്രമിച്ചിരുന്നു എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇതെല്ലാം കൂട്ടി വായിക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ നാളുകളിൽ ഇത്തരം സമരങ്ങൾ, ഇത്തരം ആൾക്കൂട്ടങ്ങൾ ഒരു ഭരണകൂടത്തെയും മറ്റും നിയന്ത്രിക്കാൻ പോകുന്ന മട്ടിലേക്ക് വന്നാൽ അതുണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങൾ ഗുരുതരമാണ്. ഏറ്റവും ഒടുവിൽ ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. ഈ വിവാദങ്ങൾ വന്ന സമയത്ത് നമ്മുടെ ഹൈദരാബാദിലെ ഒവൈസി അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന കണ്ടു. ഇതേപോലെ തന്നെയാണ് മുത്തലാഖിൻ്റെ പ്രശ്നത്തിൽ, അതുപോലെ തന്നെ ഏകീകൃത സിവിൽ നിയമത്തിൻ്റെ കാര്യത്തിൽ, ഞങ്ങളുടെ മത നിയമങ്ങളുടെ കാര്യത്തിൽ കണക്കിലെടുക്കേണ്ടത് എന്നൊരു വാദഗതി അദ്ദേഹം ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇത് എവിടേക്കാണ് ഈ കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളത് നമ്മൾ വളരെ ആഴത്തിൽ, വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാണ്. പക്ഷേ ഈ പ്രശ്നങ്ങൾ ജനങ്ങളെ കൂട്ടിക്കൊണ്ട് എല്ലായിടത്തും എന്തിനും തയ്യാറാവുന്ന ഒരു സ്ഥിതിയും ആശാസ്യമല്ല. അതും നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ ദേവദാസ്, തമിഴകത്തിന്റെ ഈ ഐതിഹാസിക മൂവ്മെന്റിന്റെ ഈ വിജയം അടയാളപ്പെടുത്തുന്ന സൂചന അതെങ്ങോട്ടായിരിക്കും? അതിൻ്റെ ഈ ഇമ്പാക്ട്സ് ഒക്കെ ഏത് അർത്ഥത്തിൽ നീളും? നേരത്തെ KVS സൂചിപ്പിച്ചതുപോലെ
പലരും പലതരത്തിലും നടത്തുന്ന സ്വത്വത്തിലൂന്നിയുള്ള സ്വത്വാധിഷ്ഠിതമായ പല സമരങ്ങളൊക്കെ നടക്കുന്ന ഘട്ടത്തിലൊക്കെ അതിൽ നിന്നും വ്യതിചലിച്ചൊക്കെ ഉണ്ടായിട്ടുള്ള അടയാളപ്പെടുത്തലാണ് തമിഴ്നാട്ടിൽ ഉണ്ടായിരിക്കുന്നത്. ഇത് എങ്ങോട്ടുള്ള സൂചനയാണ് നൽകുന്നത്? ഇത് ഇന്ന് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ കൊലപാതകമാണ് കണ്ടത്. കൊലപാതകം എന്താ പറയുക, റൗഡിസത്തിനെ ലീഗലൈസ് ചെയ്യുക. അവിടെയുള്ള DMK ഭരണാധികാരി റൗഡിസമാണ് കാണിച്ചത്. എന്നിട്ട് റൗഡിസത്തിനെ ലീഗലൈസ് ചെയ്യുക, ഒന്ന് മാത്രം ഞാൻ പറയാം. 1860 ആനിമൽ പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ് ആക്ടിൻ്റെ അതും പ്ലസ് സുപ്രീം കോടതി അതെല്ലാം കഴിഞ്ഞ് വിധിച്ചു. കഴിഞ്ഞ പൊങ്കലിന് നടത്തിയിട്ടില്ല സുപ്രീം കോടതി. അപ്പോൾ അത് ജയലളിത ഉള്ളപ്പോൾ ഇല്ലാത്ത ഒരു ജല്ലിക്കെട്ട്, ഈ ഓലക്കെട്ട് എങ്ങനെയാണ് ഇപ്പം വന്നത്? അതാണ് നോക്കേണ്ടത്. എന്നിട്ട് മോബിനെ ഇവരാക്കിയ സ്റ്റേജ് മാനേജ്ഡ് മോബിനെ ആക്കി മറീന ബീച്ചിൽ ഒരു സീജ് നടത്തി. ഞങ്ങൾ ചാവും മരിക്കുന്നുണ്ട്, മരിക്കട്ടെ എന്ന് വിചാരിക്കും. എന്താ പറയുക, അങ്ങനെ റൗഡിസം കളിച്ചു. എന്നിട്ട് സ്റ്റേറ്റ് സ്പോൺസേഡ് ഇന്നലെ ജല്ലിക്കെട്ട് നടത്തി 3 പേര് കുത്തിയിട്ട് മരിച്ച്, 83 ആൾക്ക് പരിക്കേറ്റ്. ഇന്ന് വേറെ ആൾ മരിച്ച്. ഇന്ന് പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചിട്ടും വൈകുന്നേരം അതൊന്നും ഡീല് ചെയ്യാണ്ട്, ലോ ആൻഡ് ഓർഡർ നോക്കാണ്ട് ഈ നിയമസഭയിൽ നിന്ന് ഈ റൗഡിസത്തിന് ലീഗലൈസ് ചെയ്യുന്ന കാഴ്ച ഇന്ത്യൻ ജനാധിപത്യം കണ്ടിട്ടില്ല. അതൊന്ന്. 2, ഈ ഒവൈസിനെ പറഞ്ഞല്ലോ ഹരിദാസ്, അതേപോലെ നരേന്ദ്രമോദിയും ഈ കേന്ദ്ര ഗവൺമെന്റ് പൊട്ടം പിട്ടുന്ന പോലെ നോക്കിയെന്നല്ലോ ഈ ആഴ്ച ഈ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ. എന്തുകൊണ്ട്? വോട്ട് ബാങ്ക് കണ്ടിട്ട്. നിങ്ങൾ ഇതിൻ്റെ ഡേഞ്ചർ എവിടെയാ പ്രജീഷ് എന്ന് കാണേണ്ടതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സൗത്ത് മാംഗ്ലൂർ എന്ന് പറയും, ദക്ഷിണ കന്നഡയിൽ കമ്പാല റേസ് എന്ന് പറയും, ബഫലോ റേസ്. അത് നിർത്തിവെച്ചതാ. ഈ പെറ്റേൻ്റെയും മറ്റെല്ലാം ഇടപെടലെല്ലാം ഉണ്ട്. ഇതേപോലെ നിർത്തിവെച്ച കമ്പാല റേസ് ഇതേപോലെ ജല്ലിക്കെട്ട് പോലെ പുനരാരംഭിക്കണം എന്ന് പറഞ്ഞ പ്രക്ഷോഭത്തിലേക്ക് BJP ഇത് ഇന്നലെ കൂടി സഭ. ശിവസേന BJP മുംബൈയിൽ ബുള്ളറ്റ് കാർട്ട് റേസ് അത് തുടങ്ങണമെന്ന് പറഞ്ഞിട്ട് പ്രക്ഷോഭത്തിൻ്റെ പാതയിലെത്തി. ആന്ധ്രയിൽ ബുൾ റേസ് ഇപ്പം ഇതാ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നു. ഞങ്ങൾ ഇവിടെ ഈ കോക്ക് ഫൈറ്റും മറ്റേതും പാലക്കാടെല്ലാം നിർത്തിവെച്ചതാ. അവരിനി ഇടപെടും. അപ്പോൾ നോർത്ത് ഈസ്റ്റിൽ വേറെ ആനിമൽ ഫൈറ്റ്സ് ഉണ്ട്. അപ്പം ഇത് എവിടെ എത്തും? ഈ റൗഡീസ് ഈ റൗഡീസായ ഈ മറീന ബീച്ചിൽ ചെയ്തവരെ ലീഗലൈസ് ചെയ്തു ഭരണകർത്താക്കൾ. പിടിച്ച് പുറത്താക്കണ്ടേ? ഇപ്പോൾ ഇവിടെ ഒരു കണ്ണൂരോ കേരളത്തിലോ ഒരു കൊലപാതകം നടന്നാൽ പ്രസിഡന്റ് ഭരണം എന്ന് പറയുന്ന ഈ സെൻട്രലിലുള്ള ആൾക്കാർ അവിടെ ഈ ലോ ആൻഡ് ഓർഡർ ബ്രേക്ക് ചെയ്തിട്ട് ഈ സെൻറ്റർ പിന്നെ ഈ പൊട്ടന്മാരെ പോലെ നിൽക്കാൻ. അതല്ലേ സുബ്രഹ്മണ്യ സ്വാമി ഇന്നാണ് പറയുന്നത് കേന്ദ്രസാനിയെ നിയമിക്കണം. സ്റ്റേജ് മാനേജ് ബിറ്റ്വീൻ സെൻറ്റർ ആൻഡ് സ്റ്റേറ്റ് ഇല്ലാത്ത ഫൈറ്റ് ഇതാക്കി ഇവർ ഈ ഉച്ച വ്യവസ്ഥ, ഈ ദളിത് ഇവിടെ ഗ്ലാസ് പോലും കഴുകാൻ ദളിത്തുകാരെ മാറ്റാത്ത വ്യവസ്ഥ മാറ്റാനൊന്നും ഇവർക്ക് സമരത്തിന് നേരമില്ല. ഇവിടെ ആനിമൽസിനെ കൊന്നുകൊണ്ട് ആൾക്കാരെ കൊന്നു. എന്നിട്ട് വിലയില്ല. ADMKക്കും DMKക്കും വിലയില്ല. അതാണ് ഞാൻ മടങ്ങിയെത്താം. അനൂപ് ചന്ദ്രൻ, അതായത് പീപ്പിൾ ഫോർ ആനിമൽസ് പ്രതിനിധിയാണ് താങ്കൾ. ഇന്ന് ഈ നിയമം ഇതൊരു തമിഴ്നാടിൻ്റെ ഭാഗമായി ശക്തമായ ദൃഢമായ ഒരു തലം ഒരുക്കുമ്പോൾ സമാനമായ ഒട്ടനവധി കേസുകൾ ബാൻ ചെയ്യപ്പെട്ട മൃഗങ്ങളെ വെച്ചുള്ള വിനോദങ്ങൾ, ക്രൂര വിനോദങ്ങൾ, ഇവർക്കൊക്കെ ഒരുപക്ഷെ ശബ്ദിക്കാനുള്ള ഒരു തലം കൂടി സൃഷ്ടിക്കുകയാണോ? കാരണം 60-ലെ ഈ പറയുന്ന മൃഗപീഡന നിരോധന നിയമം, ആ ആക്ട് പോലും ഒരുപക്ഷെ നാളെ അപ്രസക്തമാകുന്ന തരത്തിലേക്ക് പല ആചാരങ്ങളും, പ്രാകൃതമെന്ന് നമ്മൾ കരുതുന്ന ആചാരങ്ങളൊക്കെയും കടന്നു വരാനോ അല്ലെങ്കിൽ അവർക്ക് വാദിക്കാനോ ഉള്ള ഒരു വേദി ഒരുക്കാനുള്ള സാഹചര്യം ഇന്നുണ്ടാവുകയാണോ? അങ്ങനെയെങ്കിൽ ഇതൊരു അപകടകരമായ സൂചനയല്ലേ? ഇപ്പം നേരത്തെ ഇവിടെ രണ്ടുപേര് സംസാരിച്ചതുപോലെ ഇപ്പോൾ ഇന്ന് ഉള്ളതെന്ന് പറഞ്ഞാൽ തമിഴ് സംസ്കാരത്തിൻ്റെ ഒരു വിജയം എന്ന് സത്യം പറഞ്ഞാൽ തെറ്റിദ്ധരിക്കപ്പെടുന്നതാണ്. അതൊരു മോബ് മെൻറ്റാലിറ്റിയാണ് വിജയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു കൂട്ടം ആൾക്കാർ ശക്തി പ്രകടിപ്പിച്ച് എന്ത് വാദിച്ചാലും അവർ ജയിക്കും എന്നുള്ള കാര്യം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ബാംഗ്ലൂരുള്ള, കർണാടകയിലുള്ള കാമ്പല, ആന്ധ്രാപ്രദേശിലുള്ള കൊടിപ്പണ്ടം, കോക്ക് ഫൈറ്റ്, ഇതെല്ലാം ഇനി പുനരാരംഭിക്കണമെന്നുള്ള ആവശ്യങ്ങൾ വരും. അപ്പം നമ്മൾ പുരോഗതി എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയിട്ട് സത്യം പറഞ്ഞാൽ വീണ്ടും പ്രാകൃതമായ ആചാരങ്ങളിലേക്കും അനിമൽ അബ്യൂസിൻ്റെ വേറെ തലങ്ങളിലേക്കുമാണ് പോകുന്നത്.
പിന്നെ പീറ്റ പോലുള്ള NGOസിനെ ബാൻ ചെയ്യണമെന്ന് പറയുന്നത് തന്നെ അപ്പം ഒരു ലാഭേച്ഛയും ഇല്ലാതെ പീറ്റ പോട്ടെ, പീറ്റയുടെ എതിരെ ഏറ്റവും വലിയുള്ള പ്രൊപ്പഗാൻഡ ഓർഗനൈസേഷൻ ആണെന്നാണ് പറയുന്നത്. ബാക്കി ഇന്ത്യയിലുള്ള NGOസിൻ്റെ കാര്യം, അപ്പോൾ അവരെയൊക്കെ ബാൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ലാഭേച്ഛ ഇല്ലാതെ ആർക്കെങ്കിലും വേണ്ടി നല്ലത് ചെയ്യുന്ന, അവർക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന, അത് മൃഗങ്ങളായാലും മനുഷ്യരായാലും എന്തിനു വേണ്ടിയായാലും ശബ്ദമുയർത്തുന്ന NGOസിനെ ആകെപ്പാടെ ബാൻ ചെയ്യണം എന്നാണ് പറയുന്നത്. ഇന്നലെ 2 പേര് മരിച്ചു. എല്ലാ റെഗുലേഷൻസും നോക്കി ബുൾ ഫൈറ്റ് ജല്ലിക്കെട്ട് നടത്തി കഴിഞ്ഞാൽ ആർക്കും അപകടമുണ്ടാവില്ല എന്ന് അവകാശപ്പെട്ടവർ തന്നെ ഇന്നലെ 2 പേര് മരിച്ചിട്ട് 18 വയസ്സിന് മുകളിലുള്ളവർ അവിടെ പോയി നിൽക്കുന്നത് സ്വന്തം ജീവൻ ഉത്തരവാദികളാണ്. അവർ മരിച്ചോട്ടെ, അത് മരണം എല്ലാവർക്കും ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമാണ്, എല്ലാവരും ഒരു ദിവസം മരിക്കും എന്ന് വളരെ ലാഘവത്തോടെ പറയുമ്പോൾ അപ്പം ഞങ്ങൾ മൃഗസ്നേഹികൾക്ക് മൃഗങ്ങളെപ്പോലും ഉപദ്രവിക്കുന്നത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ മനുഷ്യരുടെ കാര്യത്തിൽ ഇത്ര ലാഘവത്തോടെ ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെ എടുക്കാൻ പറ്റും? യെസ്, അനൂപ് ഇതിലെ ഒരു നിലനിൽപ്പ് എങ്ങനെയാണ്? കാരണം സുപ്രീം കോടതി ഈ കേസ് 2 വർഷം മുമ്പ് 3 വർഷം മുമ്പ് ഇത് നിരോധിക്കുന്നു. ഇനി ഒരു നിയമം പാസ്സാക്കിയാൽ കൂടി ഇത് ഒരു സ്റ്റേറ്റ് കൈകാര്യം ചെയ്ത രീതി ഇനി സുപ്രീം കോടതിയിലേക്ക് നാളെ ഇതിനെതിരെ ഹർജികളൊക്കെ രൂപപ്പെടാം. മാത്രമല്ല വിധി പറയാൻ പോകുന്ന സാഹചര്യം, ഇത് നിയമതലത്തിൽ നോക്കുമ്പോൾ ഇതിന്റെ സ്ഥിരത എത്രത്തോളം? ഇതിപ്പം ഞാനിപ്പോൾ ഒരു രാഷ്ട്രീയ ഇവാലുവേറ്റർ ഒന്നുമല്ല, പക്ഷെ എന്നാലും കണ്ട ഒരു കാര്യം പറയാം. കാരണം ഇപ്പം ശ്രീമതി ജയലളിതയുടെ മരണത്തോടുകൂടി ക്രിയേറ്റ് ആയിരിക്കുന്ന ഒരു വാക്യൂം ഇതുവരെ ഫില്ല് ചെയ്യാൻ ആരെ കൊണ്ടും പറ്റിയിട്ടില്ല. കാരണം ഒന്ന് പറഞ്ഞിട്ട് ഈ സുപ്രീം കോടതിയുടെ വിധിയെ തന്നെ ആദ്യം ഡിഫൈ ചെയ്യാൻ കൂടെ നിൽക്കുകയും എന്നിട്ട് പിന്നെ വീണ്ടും ആ പ്രൊട്ടസ്റ്റിനെ പിരിച്ചുവിടാൻ വേണ്ടി പോലീസിനെ അഴിച്ചുവിടുകയും ചെയ്യുന്നത് തന്നെ ഒരു ഐറണിയല്ലേ? അപ്പൊ ആ നിയമം ലംഘിക്കാൻ വേണ്ടി ആദ്യം അവരുടെ കൂടെ നിന്ന് ഇത് നമ്മുടെ തമിഴ് സംസ്കൃതിയുടെ ഭാഗമാണെന്ന് വാദിച്ചിട്ട് പെട്ടെന്ന് ഒരു ദിവസം ആ ജനക്കൂട്ടം എനിക്ക് ഇഷ്ടമല്ല എന്ന് തോന്നുമ്പോൾ ഞാൻ പോലീസിനെ അഴിച്ചുവിടുന്നത്. 2, ഇതിൻ്റെ നിയമസാധുത എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് വീണ്ടും സുപ്രീം കോടതിയുടെ മുന്നിലെത്തുമ്പോൾ ഈ ജല്ലിക്കെട്ട് എന്ന് പറയുന്ന സ്പോർട്ട് ഇതുവരെ നടത്തിക്കൊണ്ടിരുന്നതും പീറ്റ ഏത് ഓർഗനൈസേഷൻ ആണെങ്കിലും ആദ്യം മുതൽ മൃഗങ്ങളുടെ കാര്യം മാത്രമല്ല പറയുന്നത്, ഇതിൽ ഇൻജേർഡ് ആവുന്ന മനുഷ്യരുടെ കാര്യവും ഞങ്ങൾ ആദ്യം മുതൽ പറയുന്നുണ്ട്. പക്ഷേ ഇവർ പറയുന്ന മൃഗങ്ങളുടെ കാര്യം മാത്രമേ പറയുന്നുള്ളതാണ്. പീറ്റ അല്ല ആദ്യമായിട്ട് ഇതിനെതിരെ ഒരു ബാൻ കൊണ്ടുവരാൻ ശബ്ദമുയർത്തിയത്. മധുരയിലുള്ള നാഗരാജൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. പുള്ളിയുടെ മകൻ മാരിമുത്തു എന്ന് പറയുന്ന മകൻ ഈ ഇവൻറ്റിൻ്റെ സമയത്ത് കാഴ്ചക്കാരനായി നിന്നപ്പോൾ ഈ കാള ഓടിക്കേറി കുത്തിക്കൊല്ലുകയാണ് ഉണ്ടായത്. ഈ മാരിമുത്തു എന്ന് പറഞ്ഞ ആളെ കുത്തിക്കൊല്ലുകയാണ് ഉണ്ടായത്. അതിനെതിരെ ഈ മരിച്ച ആളുടെ പിതാവ് തന്നെയാണ് ആദ്യമായിട്ട് ബാനിനായിട്ട് മൂവ് ചെയ്യുന്നത്. അപ്പം പീറ്റ ഒരു അജണ്ട ഡ്രിവണായിട്ട് ഇതിന് പുറകെ വന്നു എന്ന് പറയുന്നത് തന്നെ സത്യം പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് തെറ്റാണ്. സുപ്രീം കോടതിയിൽ പോകുമ്പോൾ വീണ്ടും ഈ എന്തൊക്കെ നിയമസാധ്യതകൾ ഉണ്ടെങ്കിലും എന്തൊക്കെ റെഗുലേഷൻസ് കൊണ്ടുവന്നാലും ഒരു വന്യമൃഗത്തിൻ്റെ ബിഹേവിയർ എങ്ങനെ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും? അവിടെ തന്നെ ഈ പറഞ്ഞ ഇത് നിലനിൽക്കില്ല, നിയമം നിലനിൽക്കില്ല. കാരണം ഈ റെഗുലേഷൻസ് നമുക്ക് മാത്രമാണ്. അതായത് ചുരുക്കത്തിൽ സുപ്രീം കോടതി അവധാനതയോടുകൂടി എടുത്തൊരു തീരുമാനം. ശ്രീ വാസുദേന്ദ്ര ബാബു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തമിഴ് ജനതയ്ക്കിടയിൽ ഒരു ശൂന്യത ഉണ്ട്. കാരണം ജയലളിത ഇല്ലാത്ത ഒരു വിടവ്, അതിലൂടെ ഇന്ന് സമരത്തിൽ മറീന ബീച്ചിലേക്കോ മധുരയിലേക്കോ അവിടേക്ക് ഈ പറയുന്ന മുഖ്യമന്ത്രിയെ അങ്ങോട്ട് എത്താൻ അനുവദിക്കാത്ത ഒരു ജനവിഭാഗം, അവിടെ അന്യായത്തിനായി വരുന്നത് സിനിമാ പ്രവർത്തകരാണ്. ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരു ദുസൂചന ഇക്കാര്യത്തിൽ ഉണ്ടോ? കാരണം തമിഴകത്തിലെ വൈകാരികതയെ ചൂഷണം ചെയ്യുന്ന തരത്തിലേക്ക് ഒരു ഇടപെടൽ ഉണ്ടായി എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, അതിൻ്റെ ഏറ്റവും വലിയ അപകടകാരിയായ വശം അതാണെന്ന് ഞാൻ കാണുന്നു. കാരണം ഇപ്പം എന്താ പറയുക, ഈ 3000 വർഷം പഴക്കമുള്ള ഒരു സംസ്കൃതിയാണ്, ഒരു അഗ്രികൾച്ചർ സംസ്കൃതിയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് നിലനിർത്തണം. അതൊക്കെ പറയാനുള്ള അവകാശം കാർഷിക ജനസമുദായത്തിനുണ്ട്. ശരിക്കും എങ്ങനെയാണ് ഈ കാർഷിക ജനസമുദായത്തിൻ്റെ വളരെ പൗരാണികമായ ശീലങ്ങൾ, രീതികൾ, അവരുടെ സാംസ്കാരിക തനിമയെ വിളംബരം ചെയ്യുന്ന ഉത്സവങ്ങൾ, ഇതൊക്കെ എങ്ങനെയാണ് നാം നവീകരിച്ചത്? മാറിയ ഒരു കാലഘട്ടത്തിൽ അതിനെ നവീകരിക്കുന്ന പല ശൈലികൾ നമ്മൾ കേരളത്തിൽ ഉണ്ടായിരുന്നു. നരബലി ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനമാണല്ലോ നാമും. ഒരു ജനതയെന്ന നിലക്ക് മൃഗബലി ഉണ്ടായിരുന്നു. നമുക്ക് ബലികളുടെ ഒരു വലിയ ഒരു ഘോഷയാത്ര തന്നെ നമ്മുടെ ജീവിത സാഹചര്യത്തിൽ ഉണ്ടായിരുന്നു. അതൊക്കെ അന്ന് ലെജിറ്റിമൈസ് ചെയ്യപ്പെട്ടിരുന്നു. ബലി വേണം, നരബലി വേണം, മൃഗബലി വേണം. പിന്നെ നാരായണ ഗുരുവിനെ പോലുള്ള ആൾക്കാർ രംഗത്ത് വന്ന് നമ്മുടെ സാമുദായിക ജീവിതത്തെ ഏറ്റവും ജനാധിപത്യ ഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിഷ്കരിച്ചപ്പോൾ അതിനൊക്കെ ഒരു എന്താ പറയുക, അതൊക്കെ ചെയ്യുന്നതിന് അത് നിങ്ങൾ ഈ വിശ്വാസങ്ങൾ നിലനിർത്തിക്കൊള്ളൂ, പക്ഷേ സിംബോളിക്കായിട്ട് നമുക്ക് നരബലിക്കോ അല്ലെങ്കിൽ മൃഗബലിക്കോ പകരം ഒരു കുമ്പളങ്ങ വെട്ടിയാൽ മതി, അങ്ങനെ ആ ഇഷ്യൂ പരിഹരിക്കപ്പെടും.
അങ്ങനെ നമ്മൾ കൽപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറുമ്പോൾ നമ്മുടെ മൃഗങ്ങളെ സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്വമാണ് ബുദ്ധൻ പഠിപ്പിച്ച ഉത്തരവാദിത്വമാണ്. ആ ബിംബിസാറിൻ്റെ യാഗശാലയിൽ നിന്ന് പശുവിനെ അഴിച്ചു കൊണ്ടുപോകുമ്പോൾ മൃഗത്തെ സംരക്ഷിക്കുക, എന്താ പറയുക, കർഷക സംസ്കാരം സംരക്ഷിക്കുക, ഇതായിരുന്നല്ലോ അദ്ദേഹം വിളംബരം ചെയ്ത കാര്യം. ആ അർത്ഥത്തിൽ നവീകരണം, ആധുനിക ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നവീകരിക്കുക, അങ്ങനെ നവീകരിക്കാൻ കഴിയുന്ന ഒരു സമുദായമായി നമുക്ക് ഈ തമിഴ്നാടിനെ മാറ്റേണ്ടതുണ്ട്. അത് ഞാൻ പറയുന്നത് ആ സംസ്ഥാനത്തിൻ്റെ പൊതു സവിശേഷത നോക്കുക. അവരുടെ മുഖ്യമന്ത്രി എങ്ങനെയാണ് മരിച്ചത് എന്ന് അവർക്കറിയില്ല. 40 ദിവസം അവർ ഹോസ്പിറ്റലിൽ കിടന്നു. എന്ത് മരുന്ന് കൊടുത്തു എന്നറിയില്ല, എന്തുകൊണ്ട് മരിച്ചു എന്നറിയില്ല. ഒരു ബുദ്ധിമുട്ടും മറീന ബീച്ചിൽ വന്നു നിന്ന ആളുകൾക്കുണ്ടായിരുന്നില്ലല്ലോ. അത് എന്തല്ല, ഒരു മുഖ്യമന്ത്രിയുടെ മുന്നിൽ ഇപ്പോൾ വന്നിരിക്കുന്ന മുഖ്യമന്ത്രി സാഷ്ടാംഗം പ്രണാമം ചെയ്ത് കിടക്കുന്ന ഇത്ര നാം കണ്ടല്ലോ. അതിലൊന്നും യാതൊരു ബുദ്ധിമുട്ടും തോന്നാത്ത ഈ ജനതയ്ക്ക് അർഹിക്കുന്നത് എന്ത്? അത് കേന്ദ്രം അതിൻ്റെ ഇടയിൽ പുതിയ ചില കാര്യങ്ങൾ. ഞാൻ ചോദിക്കട്ടെ, ദ്രാവിഡ സംസ്കാരം നിലനിൽക്കുന്ന തമിഴ്നാട്ടിൽ പശു ഒരിക്കലും ദൈവതമായിരുന്നില്ല. ഇപ്പോഴെന്താ ഈ മത്സരം നടത്തുന്ന ആൾക്കാരുടെ ഇടയിൽ ഒരു വിഭാഗം ആവശ്യപ്പെടുന്നത് പശുവിനെ സംരക്ഷിക്കണം എന്നാണ്. പശുവിനെ എന്നു മുതലാണ് തമിഴ് സംസ്കാരം സംരക്ഷിച്ചത്? ചോളപാണ്ഡ്യ സംസ്കാരം മുതൽ നാം ആ ജനതയുടെ ഒരു എക്സ്റ്റൻഷൻ ആയിരുന്നല്ലോ. അപ്പോഴൊന്നും പശുവിനെ ദൈവത്തെ മാതിരി ആരാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. KVS ഹരിദാസ് അവരിലേക്ക് പശുവിനെ എത്തിച്ച് നിങ്ങളൊരു പാലം പണിഞ്ഞ് ഇറങ്ങാൻ ശ്രമിച്ചാൽ ഭയങ്കര അപകടത്തേക്ക് വരും. അടുത്ത കാലഘട്ടത്തിലൊക്കെ നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടു. കാരണം തമിഴകത്തേക്ക് കടന്നു വരാനുള്ള പല വഴികളും പല ഒരു പ്ലാറ്റ്ഫോം തന്നെ തയ്യാറാക്കി അമിത്ഷാ എന്നൊക്കെ പറഞ്ഞ് കേട്ട് നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങളായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ചെറു ഘടകങ്ങൾ പോലും അത്തരം സംശയങ്ങളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ, കാരണം നിരോധനം കഴിഞ്ഞ് 3 വർഷം 2 വർഷത്തോളം അവിടെ തമിഴ് ജനത ഈ ഒരു സംസ്കാരമില്ലാതെ അതിനോടൊരു പക്ഷേ ഏറെക്കുറെ സമരസപ്പെട്ട ഘട്ടം, ഇന്ന് ജയലളിത ഇല്ലാതെ വരുന്ന ഒരു ഘട്ടത്തിൽ വീണ്ടും അതിനുവേണ്ടി വലിയ പ്രക്ഷോഭങ്ങൾ വരുന്നു. ഇവിടെ ഒരു ചില സംശയങ്ങൾ ഉയർന്നു വരുന്നത് ശ്രീ ബാസുരേന്ദ്ര ബാബുവിനെ പോലുള്ളവർക്കൊക്കെ തോന്നുന്ന സംശയങ്ങൾക്ക് ചെറിയ അംശത്തിലെങ്കിലും ഒരു ശരിയുള്ളതായി കാണേണ്ടി വരില്ലേ? പ്രതീക്ഷേ, ഈ ബാസുരേന്ദ്ര ബാബു നമ്മുടെ സംസ്കാരത്തിൽ വന്നിട്ടുള്ള മാറ്റത്തെക്കുറിച്ചൊക്കെ സൂചിപ്പിച്ചല്ലോ. ശ്രീനാരായണ ഗുരുദേവൻ്റെയും വിവേകാനന്ദൻ്റെയും ചട്ടമ്പി സ്വാമികളുടെയും അയ്യങ്കാളിയുടെയും ഒക്കെ ഇൻവോൾവ്മെൻ്റ് അതിലുണ്ടായിട്ടുണ്ട്. വിവിധ തുറകളിൽ അവരുടെ സ്വാധീനമുണ്ടായിട്ടുണ്ട്. പക്ഷെ കേരളവും തമിഴ്നാടും തമ്മിലുള്ളൊരു വ്യത്യാസം, തമിഴ്നാട്ടിൽ ഇത്തരം മാറ്റങ്ങൾ വന്നത് തികച്ചും വ്യത്യസ്തമായിട്ടായിരുന്നു. ഇപ്പോൾ EV രാമസ്വാമി നായ്ക്കരുടെയൊക്കെ നേതൃത്വത്തിലുള്ള ഒരു മാറ്റത്തിന് വേണ്ടിയുള്ള കോലാഹലമാണ് അവിടെ നടന്നത്. അത് ഇവിടെ ഈ മതത്തെ നിഷേധിക്കുന്നതായിരുന്നില്ല. ഗുരുദേവനാണെങ്കിലും അയ്യങ്കാളിയാണെങ്കിലും ചട്ടമ്പസ്വാമികളാണെങ്കിലും ഒക്കെ ശ്രമിച്ചിരുന്നത്. കാരണം അവർ അന്നുള്ള സമാജത്തിനൊപ്പം നിന്നുകൊണ്ട് അതിൽ ചെറിയ ചെറിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാനും അനീതികളും അതുപോലുള്ള പഴയ അനുസരിക്കാൻ വയ്യാത്ത ആചാരങ്ങളിലും പരിഷ്കാരങ്ങൾ കൊണ്ടുവരാനൊക്കെയാണ് ശ്രമിച്ചത്. പക്ഷെ തമിഴ്നാട്ടിൽ സംഭവിച്ചത് നമ്മൾ കാണാതെ പോകൂടാ. അവിടെ ഈ മതത്തെ മുഴുവൻ വെല്ലുവിളിക്കുന്ന, വിശ്വാസങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു പ്രക്രിയയ്ക്കാണ് അവിടെ തുടക്കം കുറിച്ചത്. ആ പ്രക്രിയയുടെ കാലഘട്ടത്തിൽ പോലും ഇത്തരത്തിലുള്ള കാളപ്പോരുകൾക്ക് അനുമതി കൊടുക്കാൻ തമിഴ്നാട്ടിലുള്ളവർ തയ്യാറായിരുന്നു എന്നത് നമ്മൾ മറന്നുകൂടാ. അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് അതിനുണ്ട്. അത് നമ്മൾ നിഷേധിച്ചിട്ട് കാര്യമില്ല. കാരണം ഈ അവരും DMK ആണെങ്കിലും ADMK ആണെങ്കിലും അല്ലെങ്കിൽ രാമസ്വാമി നായ്ക്കരുടെ കാലഘട്ടത്തിലാണെങ്കിലും ഒക്കെ തന്നെ ഈ ഇത്തരത്തിലുള്ള ജല്ലിക്കെട്ട് ഉൾപ്പെടെയുള്ള ആചാരങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ അവരുൾപ്പെടെയുള്ളവർ ജനങ്ങൾക്കൊപ്പം നിന്നിരുന്നു. അതാണ് പ്രശ്നം. ഇവിടത്തെ പോലുള്ള ഒരു മാറ്റമായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത്. ആചാരങ്ങളെ മുഴുവൻ മാറ്റിമറിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോഴും അവർ പോലും ഇതിനെ അംഗീകരിച്ചിരുന്നു എന്നുള്ളതാണ്. അത് പെട്ടെന്നൊരു കോടതി വിധിയിലൂടെ മാറുന്ന സമയത്തുണ്ടാകാവുന്ന ചില പ്രതിഫലനങ്ങളാണ് നമ്മൾ കണ്ടത്. അതിന് പരിഹാരം എന്താണെന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷേ അവിടെ KVS, കാരണം ഇവിടെ നേരത്തെ അനൂപ് ചന്ദ്രൻ ചോദിച്ചതുപോലെ ഒരു മനുഷ്യന്റെ ഭാഗത്ത് നിന്ന് ചിന്ത, കാരണം ഒരു ജീവൻ പോലും പൊലിയുക അത് കൊടുക്കേണ്ടി വരുന്ന വില. ഇവിടെ കഴിഞ്ഞ 4 വർഷത്തെ കണക്കുകൾ പ്രകാരം
2010 to 14 കണക്കുകൾ പ്രകാരം തന്നെ 17 മരണങ്ങൾ. അതല്ലാതെ വർഷങ്ങൾ നോക്കുമ്പോൾ 100-ലേറെ മരണങ്ങൾ, 10,000-കണക്കിന് ആളുകൾ മരണത്തോട് മല്ലിട്ട് കിടക്കുന്ന അവസ്ഥ. ഇവിടെയൊക്കെ ഒരു ഭേദഗതിക്ക് പോലും ഒരു പക്ഷേ ഇത് നടത്തിപ്പിൻ്റെ നിയമങ്ങൾ കർശനമായി പാലിക്കാൻ മുന്നോട്ടാരും വരുന്നില്ല. ഇന്നലെ എല്ലാ മാധ്യമങ്ങളും നിയമതലം പോലും ജാഗരൂകരായി നിൽക്കുന്ന ദിവസം പോലും സുരക്ഷയുടെ കാര്യത്തിൽ അവർക്ക് പഴുതടച്ച് ഇത് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. 2 മരണം ഇന്നലെയും സംഭവിച്ചു. ആ സ്ഥിതിക്ക് ഒരു ഭേദഗതി പോലും ഇതിൻ്റെ നടത്തിപ്പിൽ വരുത്താൻ തയ്യാറാകാത്ത ഒരു സമൂഹം, അവിടെയാണ് ഇത്തരം ചോദ്യങ്ങൾ കൂടി ഉയരുന്നത്. ശ്രീ KVS. പ്രജീഷേ, ഞാൻ അവിടെ തന്നെയാണ് പറഞ്ഞു വരുന്നതും. കാരണം ഇത്തരം മാറ്റങ്ങൾ ജനങ്ങളെ ബോധവൽക്കരിച്ചു കൊണ്ടേ പറ്റുള്ളൂ. ഒരു സുപ്രഭാതത്തിൽ നമുക്കിത് മുഴുവൻ ഇല്ലാതാക്കാൻ കഴിയില്ല. നമ്മളെ കൊണ്ട് പഴയ കാലഘട്ടത്തിൽ ഇപ്പോൾ സുരേന്ദ്രബാബു സൂചിപ്പിച്ചത് തന്നെയാണ്, മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? അതാത് ഭാഗത്തുള്ള ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരെ ബോധവൽക്കരിച്ചുകൊണ്ടേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അതല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാര്യം അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ സ്വാഭാവികമായിട്ട് സ്പോണ്ടേനിയസ് ആയിട്ടുള്ള റിയാക്ഷൻസ് ഉണ്ടാവും. അത് പ്രായോഗികമല്ല. പക്ഷേ നമ്മൾ ഇത്തരം ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഒക്കെ വിഷമങ്ങൾ ഉണ്ടാക്കുന്ന പ്രക്രിയകൾക്ക് നിയന്ത്രണങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. ചില നിയന്ത്രണങ്ങൾ ഉണ്ടാവണം. അതേ സമയത്ത് തന്നെ ആചാരങ്ങൾ തുടരാൻ സാധിക്കണം. ഞാനൊരു ഉദാഹരണം കൂടി ചൂണ്ടിക്കാണിക്കാം പ്രജീഷേ. പഴയ കാലത്ത് നമ്മുടെ നാട്ടിൽ തൂക്ക് എന്താ പറയാ, ഒരു തരം വഴിപാട് ഉണ്ടായിരുന്നു. അതിനെതിരായിട്ട് ഇപ്പോഴ നമ്മുടെ അങ്കമാലിയിലും മറ്റ് ചില ക്ഷേത്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു ഗരുഡൻ തൂക്കമൊക്കെ. നമ്മുടെ മനുഷ്യന്റെ ശരീരത്തിലെ തോലിൽ കുത്തിയിട്ടാണ് അവരെ തൂക്കിയിടുക. അത് ജനങ്ങളുടെ സമരം വന്ന് ഇവിടുത്തെ ഹിന്ദു സന്യാസിമാർ തന്നെയാണ് അതിനെതിരായിട്ട് രംഗത്ത് വന്നത്. നമ്മുടെ ഈ അങ്കമാലിക്ക് അടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ അനവധി ദിവസങ്ങളോളം സമരം നടന്നു. അവസാനം നമ്മളെങ്ങനെ ഒരു ധാരണത്തിൽ ആചാരങ്ങൾ നടക്കട്ടെ, പക്ഷേ നമ്മൾ തുണി കൊണ്ട് കെട്ടിയിട്ട് ആ തുണിയിൽ തൂക്കുന്ന ഒരു സമ്പ്രദായമാണ്, ശരീരത്തിലല്ല കുത്തുന്നത്. ഇപ്പോൾ അതുപോലുള്ള മാറ്റങ്ങൾ നമുക്ക് സമൂഹം അംഗീകരിക്കും. അത്തരം മാറ്റങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. അല്ലാതെ നൂറ്റാണ്ടുകളായിട്ട് നിലനിൽക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒറ്റ രാത്രി കൊണ്ട് പൂർണ്ണമായിട്ട് നിർത്തണമെന്ന് നമ്മൾ ആലോചിച്ചാൽ അതിന് റിയാക്ഷൻസ് ഉണ്ടാവും. ആ റിയാക്ഷൻസ് ഫേസ് ചെയ്യാൻ ഏത് അർത്ഥത്തിൽ തമിഴകത്തിന്റെ രാഷ്ട്രീയത്തിൽ ഒരു ചോദ്യചിഹ്നങ്ങൾ ഉയർത്തുന്ന, കാരണം ഇന്നൊരു മൂവ്മെന്റ് ആണെങ്കിൽ, ഒരു മാസ് മൂവ്മെന്റ്, ആ മൂവ്മെന്റിന് ഉണ്ടായ വിജയം, അതിനപ്പുറത്തേക്ക് നോക്കുമ്പോൾ തമിഴ് രാഷ്ട്രീയത്തിൽ പല ചലനങ്ങൾക്ക് കൂടി ഈ മൂവ്മെന്റ് സാക്ഷ്യം വഹിക്കുന്നുണ്ടോ? കാരണം അവിടെ ഒരു ഭരണം പോലും ഇന്ന് ഇല്ല എന്നതിന് തെളിവായി ഇത് മാറിയിരിക്കുന്നു. കാരണം അവിടുത്തെ ഭരണാധികാരി അവിടേക്ക് അടുപ്പിക്കുന്നില്ല. പകരം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റ് ഇടപെടലുകൾ, അവിടെ സിനിമയുണ്ട്, സാംസ്കാരിക പ്രവർത്തകർ, അവരെ മാത്രം വിശ്വാസത്തിലെടുത്ത് കാര്യങ്ങളോട് സമരസപ്പെടുന്ന ഒരു തലമുറ അല്ലെങ്കിൽ ഒരു യുവജനത, അവരെയാണെന്ന് അവിടെ കണ്ടത്. അതുകൊണ്ട് തന്നെ ആ അർത്ഥത്തിൽ തമിഴകത്ത് നാളെ സംഭവിക്കാൻ പോകുന്ന പല ദുസൂചനകളുടെയൊക്കെ തന്നെ അടയാളപ്പെടുത്തലാണോ ഇന്ന് കണ്ടത്? പ്രജീഷേ, ഇത് ഞാൻ അതുകൊണ്ട് ആദ്യം തന്നെ പറഞ്ഞത്, ഇത് സ്റ്റേജ് മാനേജ് ഒരു ഷോ ആണ്. അത് സെൻറ്ററും ഉണ്ട് ഇതിൽ. എന്തറിയാ, ഇതൊരു കലക്ക് വെള്ളത്തിൽ മീൻ പിടിക്കലിൻ്റെ സെൻറ്ററിൻ്റെയും ഒരു ആവശ്യമാണ്. ഇപ്പോൾ ഒവൈസിൻ്റെ പറഞ്ഞ പോലെ തന്നെ കലക്ക് വെള്ളത്തിൽ മീൻ പിടിക്കാൻ മോഡി ഗവൺമെൻറ്റിനും ഒരു നോക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു സംസ്ഥാനം ഒരാഴ്ച നമ്മളെ റൗഡികൾ സീജിന് പിടിച്ചിട്ട് ഭീഷണിപ്പെടുത്തി കത്തിമൊനയിൽ നിർത്തിയിട്ട് നോക്കി നിന്ന ഒരു സെൻട്രൽ ഗവൺമെൻറ് ഉള്ളപ്പോൾ ഇത് തമിഴ്നാട് ഗവൺമെന്റിനെ അസ്ഥിരപ്പെടുത്താനുള്ള വേറൊരു നീക്കം നടത്തി. അതിന്റെ ഭാഗം ജല്ലിക്കെട്ട് ഉപയോഗിച്ചു. കഴിഞ്ഞ കൊല്ലം എങ്ങനെയാ ബാനിയേറ്റ് ജല്ലിക്കെട്ടിനെതിരെ ഈ സമരം വന്നിട്ടില്ലല്ലോ, അത് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഈ കൊല്ലം വന്നു. ഈ ജല്ലിക്കെട്ട് വരുമ്പോൾ ഈ ദേശീയത പറയുന്നവരുടെ ഞങ്ങളുടെ നാഷണൽ ഫ്ലാഗ് അവിടെ ചവിട്ടി കൂട്ടുന്ന ചിത്രം കണ്ടില്ലേ? അതിനൊന്നും ഈ ദേശീയതയില്ലേ? ഞാൻ വേറെയൊന്നും പ്രജീഷോട് പറയാ, എങ്ങനെയാണ് ഒരു സുപ്രീം കോടതിൻ്റെ ആക്ട് ഒരു സ്റ്റേറ്റ് ആക്ടായിട്ട് മാറ്റിയത്? സ്റ്റേറ്റ് ആക്ടിലെ നിയമസഭ പാസ്സാക്കിയത് ഇതന്നെയാണ്. ലളിത് മോഡിനെ 2005
രാജസ്ഥാൻ വസുന്ധര രാജെ ഗവൺമെൻറ് ലളിത് മോഡിനെ കയറ്റാൻ വേണ്ടിയിട്ട് ഒരു സ്പോർട്സ് ബില്ല് എന്ന് പറഞ്ഞിട്ട് സ്പെഷ്യൽ ആക്ട് ഈ ജല്ലിക്കെട്ട് പോലത്തെ കൊണ്ടുവന്നിട്ടാണ് ലളിത് മോഡി BCCIയിൽ കയറ്റിയത്. അതുകൊണ്ടാണ് BCCI ലളിത് മോഡിനെ പിടിക്കാത്തത്. നാളെ ഈ കേസിൻ്റെ ചുവട് പിടിച്ചിട്ട് BCCI വേറെ ഒന്നും നോക്കണം പ്രജീഷ്. സുപ്രീം കോടതിയിലെ TS താക്കൂർ ജാനുവരി 3 മാറിയപ്പോൾ ഇവർക്ക് എങ്ങനെയാണ് ഈ കൊമ്പ് വന്നത്? പല ആക്ടും നിഷ്ഫലമാക്കുന്നു. നാളെ BCCIൻ്റെ കേസ് പോലും മാറ്റിമറിച്ചാൽ എനിക്ക് അത്ഭുതമില്ല. അതിന് സെൻറ്റർ പച്ചക്കൊടി കാട്ടും. ലളിത് മോഡിനെ രക്ഷിക്കണം. നരേന്ദ്രമോദിയും ജെറ്റ്ലിയെല്ലാം ഇതിനായിട്ട് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു. TS താക്കൂർ റിട്ടയർ ചെയ്തപ്പോൾ, അതാണ് ജല്ലിക്കെട്ട് TS താക്കൂർ റിട്ടയർ ചെയ്തപ്പോഴാണ് വന്നത് ഈ ഫയൽ ഈ ബെഞ്ചിൻ്റെ മുമ്പാകെ. ഇനി 30-ന് വിധിച്ചാൽ എന്ത് ചെയ്യും? തമിഴ്നാട് കത്തിയെരിയുന്നു, ട്രെയിനുകൾ പിടിച്ചു വെക്കുന്നു, ജനജീവിതം സ്തംഭിപ്പിക്കുന്നു, കുട്ടികൾ കോളേജിൽ പോകുന്നില്ല, സ്കൂൾ പൂട്ടിയിടുന്നു. നോക്കി നിൽക്കുന്ന ഈ റൗഡികൾ ചെയ്യുന്ന നോക്കി നിൽക്കുന്ന ഇമ്പോർട്ടൻറ്റ് ഗവൺമെൻറ് ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് സെൻറ്റർ. എന്നിട്ട് കണ്ണൂരിലും ഇതുമെല്ലാം നടന്നതിന് ഉടനടി കുമ്മനമെല്ലാം പറയുന്നു ഇവിടെ പ്രസിഡൻഷ്യൽ ഭരണം കൊണ്ടുവരണമെന്ന് പറയുന്ന ആൾക്കാരാണ് തമിഴ്നാട് നോക്കിയിരുന്നത്. അതുകൊണ്ട് എന്തുണ്ടാവും എന്ന് പറഞ്ഞാൽ നാളെ ദക്ഷിണ കന്നഡയിൽ എരുമ റേസ്, ബഫലോ റേസ് വരും. ശിവസേന ബുള്ളക്കാട്ട് റേസ് തുടരും. ഇപ്പം സമരം നാളെ മുതൽ തുടങ്ങും. അപ്പോൾ ഇന്ത്യ മുഴുവൻ എല്ലാ സ്റ്റേറ്റും കത്തിയെരിയും. എല്ലാ സ്റ്റേറ്റ് നിർമ്മാണം ഇത് സ്പോർട്ടല്ല. അതുകൊണ്ടാണ് പെറ്റ പറയേണ്ടത് കോടതിയിൽ, ബുൾ ഫൈറ്റ് ഈസ് നോട്ട് എ സ്പോർട്ട്. സ്പോർട്ട് ആയതുകൊണ്ടാണ് സ്റ്റേറ്റ് ആക്ട് നടത്തിയത് ഈ നിയമസഭ. അത് വാലിഡ്, നൾ ആൻഡ് വോയിഡ് എന്ന് പറഞ്ഞിട്ട് പെറ്റ സുപ്രീം കോടതിയിൽ പറയണം. ദിസ് ഈസ് നോട്ട് എ സ്പോർട്ട് എന്ന് പറയണം. എന്നിട്ട് സ്പോർട്സിന് അതിൻ്റെതായ നിയമമുണ്ട്. ഈ റൗഡിയക്ക് എന്തെങ്കിലും കളിച്ചാൽ എന്നാൽ പിന്നെ ഇവിടെ കൊടുങ്ങല്ലൂരിൽ കോഴീനെ കൊന്നിട്ട് ചോര ഇതാക്കുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് സ്വാമീൻ്റെ നേതൃത്വത്തിൽ ഹിസ്റ്റോറിക്കൽ ഫൈറ്റ് നടത്തി ഇപ്പോൾ ഒരു ചോന്ന ഇത് മാത്രമേ അവിടെ പുതക്കലുള്ളൂ കൊടുങ്ങല്ലൂരിൽ? എന്നാൽ പിന്നെ സർക്കസിൽ എന്തുകൊണ്ട് ആനിമൽസിനെ നിരോധിച്ചു? എന്നാൽ സർക്കസിൽ ഇത്രയും കൂടി ഇത് ക്രൂവൽറ്റി ഇല്ലല്ലോ. പച്ചമുളക് തേക്കുക, അതിൻ്റെ ഗുദത്തിൽ പച്ചമുളക് തേക്കുക, കണ്ണിൽ തേക്കുക, ക്രൂരതേൻ്റെ എക്സ്ട്രീം. എന്നിട്ട് ആൾക്കാർ കൊല്ലപ്പെട്ടു. എന്നിട്ട് പോലും ഈ റൗഡികളെയും ഈ ഭരണാധികാരികളെ സ്റ്റുപ്പിഡ് ഫൂൾസിൻ്റെയും മനസ്സ് പോത്തിനെക്കാട്ടും തലയിൽ ഒന്നുമില്ലാത്ത ഭരണാധികാരികൾ ഉള്ളിടത്ത് ഒന്നും സംഭവിക്കാൻ പറ്റില്ല. ജനജീവിതമാകാണ്. പ്രസിഡൻഷ്യൽ ഇവിടെയാണ് തമിഴ്നാട് ഗവൺമെൻറ്റിനെ പിരിച്ചുവിടണം ഉടനടി. എന്നിട്ട് പ്രസിഡൻഷ്യൽ ഭരണമാണ് ഇപ്പം വേണ്ടത്. ഈ ഒരു കാര്യം കൊണ്ട് മാത്രം ഇന്നലെ അത് പ്രൂവ് ചെയ്തു. ജല്ലിക്കെട്ട് ഈസ് എ ഡേഞ്ചറസ് സ്പോർട്ട്. ഇന്നലെ അത് സ്റ്റേറ്റ് സ്പോൺസേഡ് ജല്ലിക്കെട്ടേനും ഇന്നലെ. എന്നിട്ട് പോലും ആള് കൊല്ലപ്പെട്ടു. എന്നിട്ട് പറയുന്നത് ഞങ്ങൾ റെഗുലേറ്റ് ചെയ്യും. എന്തെന്ന് റെഗുലേറ്റ് ചെയ്യും? പോത്തിനെ. നിങ്ങളെ ആദ്യം റെഗുലേറ്റ് ചെയ്യും. പോത്തിനെ വെറുതെ വിടൂ. ഈ പോത്തുകളെ, ഭരിക്കുന്ന പോത്തുകളെ പിടിച്ച് ഉള്ളിലാക്കുക ആദ്യം. അല്ലെങ്കിൽ ഈ തമിഴ്നാട് ശരിയാവില്ല. ആദ്യം അവിടെ ദളിത്സിന്റെ ശ്രീ ശശി, ആനയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കേസുകൾ സുപ്രീം കോടതിയിൽ നിൽക്കുകയാണ്. താങ്കളൊക്കെ അതിലൊക്കെ തന്നെ ഭാഗം ആകുന്ന വ്യക്തികൾ കൂടിയാണ്. ഇന്ന് തമിഴ്നാട്ടിൽ നടന്ന ഈ ഒരു മൂവ്മെന്റ്, ഈ ഒരു തമിഴ്നാട് സർക്കാർ സ്വീകരിച്ച ഈ ഒരു നിലപാട്, ഇതൊക്കെ നിങ്ങൾക്ക് ഒരു പുതു ഉത്തേജകം നൽകുന്നുണ്ടോ? കേരളത്തിലടക്കം പല മരമടി മത്സരങ്ങളൊക്കെ നിരോധിച്ച ഘട്ടങ്ങളുണ്ട്. ഇതൊക്കെ ഇത്തരം സാംസ്കാരിക ആചാരങ്ങളുടെ ഭാഗമായി നിലനിർത്താനുള്ള ഇടപെടലിന് ഹേതുവാകുന്നുണ്ടോ? നേരത്തെ സംസാരിച്ച നമ്മുടെ സുഹൃത്തുക്കൾ പറയുന്നത് കേട്ടു. ഇതിലെ രാഷ്ട്രീയമായിട്ടുള്ള നിറങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുന്നത് കേട്ടു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇതിലൊരു രാഷ്ട്രീയവും കാണുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ആചാരത്തിൻ്റെയും അനുഷ്ഠാനത്തിൻ്റെയും ഭാഗമായി നടന്നിരുന്ന നല്ല കാര്യങ്ങളെ പിന്തുണയ്ക്കുക എന്നതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കേരള എലിഫന്റ് ഓണേഴ്സ് ഫെഡറേഷൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള എനിക്ക് നേരിട്ടറിയാം, നമ്മുടെ നാട്ടിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കൈവശമുള്ള 2 ആനകളെ പിടിക്കാൻ വേണ്ടിയിട്ട് ഈ സംഘടനകൾ എനിമൽ വെൽഫെയർ ബോർഡിൻ്റെ പേരിൽ കാട്ടിക്കൂട്ടിയ കോപ്രായിത്തരങ്ങൾ ഞങ്ങൾ അറിഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ കീഴിൽ കണ്ണിന് കുറച്ച് വെള്ളക്കളറുള്ള ഒരു ആനയെ ദയാവധം നടത്തണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ട ആളുകളാണ് ഇന്ന് മൃഗസ്നേഹം പറഞ്ഞു വരുന്നത്. അതായത് ഈ മൃഗസ്നേഹികൾ കപട മുഖം ഉള്ളവർ തന്നെയാണെന്നാണോ താങ്കൾ സാക്ഷ്യപ്പെടുത്തുന്നത്? ഇത്തരത്തിൽ അതായത് അല്ലാതെയും ഇല്ലാതെയും അവസരോചിതമായ കാര്യങ്ങൾ പറയാതെ പറഞ്ഞോളൂ. അനവസരത്തിൽ പറയുന്ന ഒരു കാര്യമല്ല. ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ ഇടുക്കി ജില്ലയിലെ SPCA എന്ന് പറയുന്ന ഒരു സംഘടന എനിമൽ വെൽഫെയർ ബോർഡിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. പട്ടികളുടെ ബന്ധീകരണവുമായി ബന്ധപ്പെട്ടിട്ട് 2004 മുതൽ 2009 വരെയുള്ള വർഷങ്ങളിൽ 5 വർഷം കൊണ്ട് 97 പട്ടികളെ ബന്ധീകരിച്ച് ഏകദേശം 20 ലക്ഷം രൂപ പോക്കറ്റിലാക്കിയ ആൾക്കാരാണ് എനിമൽ വെൽഫെയർ ബോർഡിന്റെ പ്രതിനിധികളായിട്ട്
ഇവിടെ മൃഗങ്ങളെ സംരക്ഷിക്കാൻ വരുന്നത്? ഇത് തന്നെയാണ് ഇതിൽ വിരോധാഭാസം. തമിഴ്നാട്ടിലെ ജനങ്ങള് അവിടുത്തെ സംസ്കാരം സംരക്ഷിക്കാൻ, മൃഗങ്ങളെ സംരക്ഷിക്കാൻ രാഷ്ട്രീയത്തിന്റെ നിറമില്ലാതെ ഒത്തൊരുമിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾ കേന്ദ്ര സർക്കാരിനെയും മോഡിയുടെയും അതിന്റെ കാവിക്കോട്ടിയുടെയും നിറമൊന്നും പറഞ്ഞ് വരട്ടാൻ നോക്കരുത്. ശ്രീ അനൂപ് ചന്ദ്രൻ, അതായത് താങ്കളുടെ സംഘടനകളുടെയൊക്കെ തന്നെ ഇടപെടലാണ് അവർ പറയുന്നത്. കാരണം പല ഇരട്ടത്താപ്പും ഇക്കാര്യത്തിൽ പെറ്റയ്ക്കൊക്കെ ഉണ്ട്. മാത്രമേ നിങ്ങൾ ഇന്ത്യയിൽ നിൽക്കുന്ന സംഘടനയാണ്. ഇവർക്കൊക്കെ നിങ്ങളൊക്കെ പലപ്പോഴായി പരിസ്ഥിതിവാദങ്ങൾ ഒക്കെ പറഞ്ഞുകൊണ്ട് പല പദ്ധതികളും മുടക്കുന്നത് പോലെയാണ് നിങ്ങൾ ഇക്കാര്യത്തിലും സ്വീകരിക്കുന്ന സമീപനമെന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ല, ഞങ്ങൾക്കിപ്പം ഇതിൽ ഇരട്ടത്താപ്പ് എന്താണെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇതിൽ ഇപ്പം PFA പോലൊരു ഓർഗനൈസേഷൻ്റെ, പീറ്റ പോലൊരു ഓർഗനൈസേഷൻ്റെ ഹിഡൻ അജണ്ട എന്താണെന്ന് മാത്രം പറഞ്ഞാൽ മതി. കാരണം ഒരു മൃഗത്തിന് വേണ്ടി സംസാരിക്കുന്നത് എങ്ങനെയാണ് ഒരു ഹിഡൻ അജണ്ട ആവുന്നത്? ഇപ്പം സാംസ്കാരികപരമായിട്ടുള്ള ഒരു സാധനവും, ഇപ്പോൾ പൂരത്തിൻ്റെ കാര്യം തന്നെ പറഞ്ഞു, അവിടെ AWBI കഴിഞ്ഞ പ്രാവശ്യം ഇൻസ്പെക്ഷന് പോയപ്പോൾ അവരെ അകത്തോട്ട് കടത്തിവിടാൻ പോലും സമ്മതിക്കാതെ അവരെ തടയുകയാണ് ഉണ്ടായത്. പൂരത്തിന് ആനകൾ ഉപയോഗിക്കരുതെന്നേ ഒരു അനിമൽ റൈറ്റ്സ് ഓർഗനൈസേഷനും പറയുന്നില്ല. അതുങ്ങളെ മാനുഷികപരമായിട്ട് അതുങ്ങൾക്ക് വേണ്ട ട്രീറ്റ്മെന്റും ഇപ്പം അതിന്റെ അത് പറഞ്ഞോളട്ടെ, അതിന്റെ കാലിൽ വ്രണമുണ്ടായിരുന്നു, അതിൽ മരുന്ന് തേച്ചു എന്ന് പറയും. പെയിന്റ് അല്ല അടിച്ചത്, മരുന്നാണ് തേച്ചത് എന്നാണ് പറഞ്ഞത്. പക്ഷെ അവിടെ വ്രണമുണ്ട് എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും പ്രധാന കാര്യം. അതിനെ ചങ്ങലക്കിടുകയും അതിനെ ഉപദ്രവിക്കുകയും പല AWBIയുടെ ഡീറ്റെയിൽഡ് റിപ്പോർട്ടുണ്ട്. അതായത് ഇവിടെ ജല്ലിക്കെട്ടാണെങ്കിൽ കൂടിയും നിയമതലത്തിൽ നിന്ന് അല്ലെ ഭേദഗതികളിലൂടെ നടത്തിയാൽ അതിനെ സ്വാഗതം ചെയ്യും. അതിനെ സ്വാഗതം ചെയ്യുന്നതിൽ ഒരു കുഴപ്പമില്ല. ഒരേ ഒരു കാര്യം അറിഞ്ഞാൽ മതി, ആ അനിമലിന്റെ ബിഹേവിയർ എങ്ങനെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും, അത് മാത്രം അറിഞ്ഞാൽ മതി. ബാക്കിയുള്ള എല്ലാ റെഗുലേഷൻസും അതിനെ ഉപദ്രവിക്കാതിരിക്കുകയാണെങ്കിൽ വേറെ ഒരു ഓർഗനൈസേഷനും അതിൽ ഇടപെടത്തില്ല. അതുപോലെ എത്രയോ ആചാരങ്ങൾ ഇപ്പോഴും ഉണ്ട്. മാട്ടുപൊങ്കലിലൊക്കെ ഏതെങ്കിലും പീറ്റയോ ഏതെങ്കിലും വേറെ ഏതെങ്കിലും ഓർഗനൈസേഷൻ കയറി ഇടപെട്ടിട്ട് അതുങ്ങളെ പൂജിക്കരുതെന്ന് എന്തെങ്കിലും പറയുന്നുണ്ടോ? ഈ അനിമലിന്റെ ബിഹേവിയർ ഇതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യും? അതാണ് ചോദ്യം. കാരണം അത് ജല്ലിക്കെട്ടിൽ കൊണ്ടുവരുന്ന കാളയാണെങ്കിൽ കൂടിയും എഴുന്നള്ളത്തിന് ഇറക്കുന്ന ആനയാണെങ്കിലും അതിന്റെ ക്രൂവൽറ്റി അല്ലെങ്കിൽ ബിഹേവിയർ എങ്ങനെ നിങ്ങൾ ഡിക്റ്റേറ്റ് ചെയ്യും തുടങ്ങിയ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഈ നാട്ടിലെ ഇത്രയും വർഷങ്ങളായിട്ട് ആനകളെയും മൃഗങ്ങളെയും സ്നേഹിക്കാൻ പഠിപ്പിച്ച നമ്മുടെ നാട് നമ്മളോടാണ് ഇവർ വന്ന് പറഞ്ഞു തരുന്നത്. അമേരിക്കയിൽ നിന്നും മറ്റുള്ള സ്ഥലത്തുനിന്നും ഡോളറിന്റെ എണ്ണം നോക്കി നമ്മുടെ നാട്ടിൽ വന്ന് നമ്മളെ ആ മൃഗങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിക്കുകയാണ്. ഇപ്പൊ അടുത്ത ദിവസം ഒരു മേഡം കേരളത്തിൽ വന്ന് ഡോളർ പിരിച്ചു നടക്കുന്നുണ്ട് മൃഗസ്നേഹം പറഞ്ഞുകൊണ്ട്. അവരാണ് പറഞ്ഞത് കേരളത്തിലെ തിരുവമ്പാടി ദേവസ്വത്തിന്റെ കീഴിലുള്ള ഒരു ആന അതിന് കണ്ണു കാണില്ല, അതിനെ ദയാവധത്തിന് വിധേയമാക്കാൻ പറഞ്ഞ് വനംവകുപ്പിനോട് പറഞ്ഞു, നിങ്ങളൊന്ന് വന്ന് പരിശോധിക്കണം ആ ആനയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ. ബഹുമാനപ്പെട്ട ഹൈക്കോടതി, കേരള ഹൈക്കോടതി നമ്മുടെ തിരുവനന്തപുരത്ത് നിൽക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പാറശാല ശിവശങ്കരൻ, നെയ്യാറ്റിങ്കര ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ആനകളെ പരിശോധിക്കാൻ പറഞ്ഞ് ജില്ലാ ജഡ്ജിനെ കമ്മീഷനാക്കി വെച്ചിരുന്നു. ഒരു പരാതി പോലും ജില്ലാ ജഡ്ജ് ഹൈക്കോടതിയിൽ കൊടുക്കുകയുണ്ടായില്ല. ഏറ്റവും നന്നായി പരിപാലിക്കുന്നു എന്ന് പറയുന്നു. ഇതേ സംഘടനയാണ് ഇവയെ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞു വരുന്നത്. യെസ്, ശ്രീ ഭാസുരേന്ദ്ര ബാബു, അതായത് ഇവിടെ കാർഷികമായി, കാരണം അവിടെ തമിഴ്നാട്ടിൽ ജല്ലിക്കെട്ടിൻ്റെ ഒരു കാര്യം എടുത്താൽ അവിടെ തന്നെ കാർഷികവുമായി ബന്ധപ്പെട്ട ഒരു ആചാരമാണ് അവിടെ അവർ പറയുന്ന കാര്യം. കാരണം കാളകളെയൊക്കെ തന്നെ വ്യാപകമായി കർഷകരൊക്കെ തന്നെ യാതൊരു ഗുണവുമില്ലാത്തതുകൊണ്ട് കൊന്നൊടുക്കുന്ന കാലത്ത് ഇങ്ങനെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിലൂടെ കാളകളെ സംരക്ഷിക്കുന്നു. മാത്രമല്ല ഇതുവഴി ഉണ്ടാകുന്ന പശുക്കളിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന പാല്, അതിൻ്റെ ശുദ്ധി, ഇതൊക്കെ കർഷകർക്ക് വലിയൊരു ദിശാബോധം നൽകുന്നുണ്ട്, പ്രത്യേകിച്ച് തമിഴ്നാട്ടിൻ്റെ ഭാഗമായി. ഇത് ഒരു പ്രചരണം മാത്രമാണോ? ഈ പറയുന്ന രീതിയിൽ ഇതൊരു സംസ്കാരത്തിൻ്റെ ഭാഗമാണെങ്കിൽ അത് ഇത്തരം യാഥാർത്ഥ്യങ്ങൾ കൂടി നമ്മൾ അംഗീകരിച്ച് സംസാരിക്കേണ്ടതല്ലേ? അല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ, പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ നാം പരിശോധിക്കേണ്ടത്, ഇപ്പോൾ ശ്രീ ശശി പറയുന്നുണ്ടല്ലോ, അദ്ദേഹം വളരെ റൈച്വസ് ആയിട്ടായിരുന്നു പറയുന്നത്. അദ്ദേഹത്തിന് സംഭവിച്ച ഒരു കാര്യം എന്താ? ലോകത്തിൽ മനുഷ്യർക്ക് ജീവിക്കാനുള്ള അവകാശം പോലെ തന്നെ ശശി മൃഗങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട്. അത് പുതിയ സങ്കല്പമാണ് ജനാധിപത്യത്തിൻ്റെ. ജനാധിപത്യം വളർന്നുകൊണ്ടിരിക്കുന്നൊരു വീക്ഷണമാണ്. അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന വീക്ഷണത്തിൻ്റെ വളരെ മുന്നേ പ്രീ സ്റ്റേജിൽ നിന്നുകൊണ്ടാണ് ശശി ആനയെക്കുറിച്ച് സംസാരിക്കുന്നത്. ശശി എന്തൊക്കെ ആഗ്രഹിച്ചാലും ഇന്ന് കേരളത്തിലെ പുതിയ തലമുറ വളർന്നു വരുമ്പോൾ ആനയൊക്കെ ഉത്സവത്തിൽ നിന്ന് അസ്തമിക്കും. ആനയില്ലാത്തപ്പോഴും മനുഷ്യർക്ക് ഉത്സവമുണ്ട്, മനസ്സിലാക്കിക്കൊള്ളുക. അതുകൊണ്ട് ആനയുണ്ടെങ്കിലേ ഉത്സവം ഉണ്ടാവൂ എന്നൊക്കെ പറയണമെങ്കിൽ
വിവരക്കേട് വേണം. അത് നമ്മളൊരു ചാനലിരുന്ന് പറയരുത്. ഞാൻ പറഞ്ഞത് ശശി, ലോക ജനാധിപത്യം വളർന്നത് ഏതൊക്കെ നിലവാരത്തിൽ വളർന്നു? മൃഗങ്ങളെ സംരക്ഷിക്കണം, സ്നേഹിക്കുകയല്ല. നിങ്ങൾ സ്നേഹിച്ച കാര്യമൊന്നും കേൾക്കണ്ട. അവകാശമുണ്ട് അവയ്ക്ക് ജീവിക്കാൻ. കാളയോട്ടം, കാളപ്പൂട്ട് നടക്കാറുണ്ട്. അവിടെയൊക്കെ മർദ്ദിക്കുന്ന കാളകളുടെയൊക്കെ ദൃശ്യങ്ങൾ വരാറുണ്ട്. ശ്രീ ശശി, അതായത് ഈ കാളപ്പൂട്ടിന് പോലും ഇറക്കുന്ന കാളകളെ നിങ്ങൾ ഈ വാദിക്കുന്ന വാദഗതിക്കാർ അത് മർദ്ദിക്കുന്ന ദൃശ്യങ്ങളൊന്നും കണ്ടില്ലെന്ന് അടിക്കരുത്. അതിനകത്ത് എന്താണെന്ന് പ്രതീക്ഷ, അതിനകത്തൊരു കാര്യം പറയാനുണ്ട്. ഇപ്പൊ ശശി പറഞ്ഞു കേട്ടില്ലേ, ഇതിനെയൊക്കെ ഞങ്ങൾ സംരക്ഷിക്കുന്ന ആളുകളെ പണ്ട് ജീവിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷെ മഹാഭാരത യുദ്ധം ഉണ്ടാവുമായിരുന്നില്ല. മഹാഭാരതത്തിന്റെ കാര്യമല്ല ഇവിടെ പറയേണ്ടത്. മഹാഭാരതത്തിന് ശേഷം ലോകം വലുതായിട്ട് മാറിയിട്ടുണ്ട് ശശി. ഞാൻ പറയുന്നത്, താങ്കൾ തന്നെ പറഞ്ഞല്ലോ, ഞങ്ങൾ എല്ലാത്തിനെയും സ്നേഹിച്ച് മനസ്സും മാറിയിട്ടുണ്ട്. ഇത് തന്നെയാണ് ഇപ്പോൾ തമിഴർ പറഞ്ഞ ഞങ്ങൾ പശുവിനെ സംരക്ഷിക്കുന്നത്. വരലുണ്ടാവുന്ന 4-3-7 പേര് പറഞ്ഞാല് 4-3-7 പേര് പറഞ്ഞാല് ലോകം മാറില്ല. ഭൂരിപക്ഷം ജനങ്ങൾ പറയുന്നു ഇന്ത്യൻ പാർലമെന്റും സുപ്രീം കോടതിയൊക്കെ മാറി ചിന്തിക്കുകയും അതനുസരിച്ച് വിധി ന്യായങ്ങൾ തീർക്കുകയും ചെയ്യുന്നു. ഞാൻ ചോദിക്കട്ടെ ശശി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ തൃശ്ശൂര് പൂരം, ആ പൂരത്തിലെ വെടിക്കെട്ട്, തൃശ്ശൂരിലെ പൂരത്തിലെ വെടിക്കെട്ട്, ആ വെടിക്കെട്ടിന്റെ കാര്യത്തിൽ ഹൈക്കോടതിയിൽ ഇഷ്യൂ വന്നല്ലോ. അപ്പോഴെന്ത് ചെയ്തു? വലിയ ഗൗരവതരമായ വെടിക്കെട്ടൊക്കെ മാറ്റിവെക്കുക, രാത്രിയാകുമ്പോൾ വലിയ ശബ്ദകലവിയൊന്നുമില്ലാതെ വെടിക്കെട്ട് നടപ്പാക്കിക്കൊള്ളുക. എത്ര മനോഹരമായിട്ട് നമ്മളത് പരിഹരിച്ചു. ആ മനോഹാരിത എന്തുകൊണ്ട് തമിഴർക്ക് കാണിക്കാൻ പറ്റുന്നില്ല? കാരണം ലളിതമാണ്. അതിൻ്റെ ഇടയിൽ മുതലെടുക്കാൻ മോദിയെ പോലുള്ള ആൾക്കാരെ നമ്മൾ അംഗീകരിക്കുന്നില്ല. അവിടെ പോയി മോദിയെ പോലുള്ള ആൾക്കാർ ഇടങ്ങി നിന്ന് ഇപ്പോൾ പശുവിനെ ഒരു ഇഷ്യൂ ആയി വളർത്തിക്കൊണ്ടുവരികയാണ്. ഞാൻ ഒരു കാര്യം പറയാം, ഇപ്പോഴുള്ള ഒരു നേതൃത്വ ഗ്യാപ്പുണ്ട് അവിടെ. ആ ഗ്യാപ്പിൽ ഒരു സിനിമാ താരത്തെ കൊണ്ടുവന്ന് BJPയുടെ ദുഷ്ടലാക്കമുള്ള രാഷ്ട്രീയ കളിയില്ലേ, ആ രാഷ്ട്രീയ കളിയിലേക്ക് തമിഴ്നാട് മാറുന്ന സമയത്ത് അപായകാരിയമായ അപകടങ്ങളിലേക്ക് വരാം. ശ്രീ ദേവദാസ്, ഈ ശ്രീ ശശി അദ്ദേഹം മാനപ്രേമിയാണ്, അതിന്റെ സംഘടനയുടെ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന്റെ വാദങ്ങളെ എങ്ങനെ കാണുന്നു? കാരണം ഇവിടെ കാടടച്ച് വെടിവെക്കുകയാണ്, പല യാഥാർത്ഥ്യങ്ങളും കാണാതെ. എന്താ വേണ്ടെന്നറിയാ, അവരെയല്ല ചെയ്യേണ്ടത്. ഈ പറയുന്ന അവരെ ഈ ജല്ലിക്കെട്ടിനെ പോലെ വയലിലിറക്കിയിട്ട് ഇവരെ മുടി പിടിച്ച് വലിക്കണം. ഏത് താടിയും മുടിയും പിടിച്ചിട്ട് വലിക്കണം. എന്നിട്ട് വേഗ ടീമാ ഇത് റൗഡിസം ലീഗലൈസ് ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ, തമിഴ്നാട് എന്ന് കാണിച്ചു തന്നിരിക്കുന്നു. പിന്നെ ഈ പെറ്റന്റെയും നിക്ഷിപ്ത താല്പര്യമൊന്നും അല്ല ഇവിടെ നോക്കണ്ടേ. ബേസിക് പ്രമിസ് ഈസ് മടങ്ങിയെത്താം. ശ്രീ ദേവദാസ്, ഇവിടെ ഈ രാഷ്ട്രീയമായ ദിശയിലേക്ക് തോന്നുമ്പോഴാണ് തമിഴ്നാടിന്റെ ഇന്നത്തെ അവസ്ഥ നമുക്ക് സൂചിപ്പിക്കേണ്ടി വരുന്നത്. ഈ അവസ്ഥയിൽ ഈ മൃഗസ്നേഹവര് മൃഗങ്ങളെ കൊന്നു കെട്ടി തൂക്കുമ്പോ ഒരു സ്നേഹം കാണിക്കുന്നില്ല. മടങ്ങിയ ശ്രീ കെ ബി എസ് ഹരിദാസ്, അതായത് തമിഴ്നാടിന്റെ അവസ്ഥ പറയുമ്പോഴാണ് നിങ്ങൾ ഉയർത്തുന്ന രജനീകാന്തിനെ മുൻനിർത്തി നിങ്ങൾ നടത്തിയ ഇടപെടലിന്റെ ഒക്കെ തന്നെ ഒരു പക്ഷേ സംശയിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നത്. ഇന്ന് നാഥനില്ലാത്ത ഒരിടമാണ്, കളരിയായി മാറിയിരിക്കും തമിഴ്നാട്. അവിടെ ഒരു ഇടപെടലിന്റെ സാധ്യത തേടുന്നുണ്ട് കേന്ദ്രം. അതിന്റെ സൂചനകൾ, അതിലേക്ക് അടുപ്പിക്കുന്ന തരത്തിലുള്ള ചില ലക്ഷണങ്ങൾ കൂടി കണ്ടു തുടങ്ങുമ്പോഴാണ് ശ്രീ ബാസുരേന്ദ്ര ബാബു ഇത്തരത്തിലുള്ള സംശയം മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത്. പ്രതീക്ഷേ, ബാസുരേന്ദ്രബാബുവിന് അത് പറയാം. അപ്പോൾ BJP ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്, അവർക്ക് എല്ലാ സംസ്ഥാനങ്ങളിലും താല്പര്യങ്ങളും ഉണ്ടാവും. ഇപ്പോൾ തമിഴ്നാട്ടിലൊരു പ്രശ്നം ഉണ്ടായ സമയത്ത് അതിന് പരിഹാരം കാണാൻ കേന്ദ്രവും സംസ്ഥാനവും ഒന്നിച്ച് നിന്നു എന്നുള്ളതാണ് പ്രധാനം. അവിടെ വേണമെങ്കിൽ തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി കൈയൊഴിയാമായിരുന്നു വേണമെങ്കിൽ കേന്ദ്രത്തിന്. അതല്ല BJP ചെയ്തത്, കേന്ദ്ര സർക്കാർ ചെയ്തത്. അവിടുത്തെ ആ ജനകീയ പ്രശ്നത്തെ അഭിസംബോധന ചെയ്യാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാരിനൊപ്പം നിൽക്കുക ചെയ്തത്. അത്തരം പ്രശ്നങ്ങളിൽ ഒന്നിച്ച് നിൽക്കേണ്ട ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിനില്ലേ? അതിൽ രാഷ്ട്രീയം കാണുന്നത് ശരിയല്ല. പക്ഷെ തമിഴ്നാട്ടിലൊരു ഒരു പ്രതിസന്ധി ഉണ്ട് എന്നുള്ളത് നമുക്കൊക്കെ അംഗീകരിക്കാതെ പോകാനും പറ്റൂല. കാരണം കഴിഞ്ഞ കുറേ നാളായിട്ട് ജയലളിതയുടെ നേതൃത്വത്തിലായിരുന്നു അവിടെ കൈകാര്യം ചെയ്തിരുന്നെല്ലാം. അപ്പോൾ ജയലളിതയും പനീർശെൽവവും തമ്മിലുള്ള ദൂരം നമുക്കൊക്കെ അറിയാം. ആ ഒരു വ്യത്യാസം അവിടെയുണ്ട്. വേറൊന്നുകൂടി ഇതിനൊപ്പം ഞാൻ പറഞ്ഞോട്ടെ, ഇതിനകത്തെ രാഷ്ട്രീയ താല്പര്യമല്ല, തമിഴ്നാട്ടിലെ ജനതയുടെ വികാരം കേന്ദ്ര സർക്കാർ കണക്കിലെടുത്തു എന്നതാണ് പ്രധാനം. അതിനോട് കണ്ണടച്ച് നിൽക്കേണ്ട കാര്യം BJPക്കില്ല, കേന്ദ്ര സർക്കാരിനില്ല.
വേറൊന്നുകൂടി, ഈ ആനയുടെ എഴുന്നള്ളിപ്പിനെ കുറിച്ചൊക്കെ പാസുരേന്ദ്ര ബാബു പറഞ്ഞല്ലോ. ആനയില്ലാത്ത, എഴുന്നള്ളിപ്പില്ലാത്ത ഉത്സവമൊന്നും എനിക്ക് തോന്നണില്ല അടുത്ത ഒരു കുറേ ദശാബ്ദത്തിലെങ്കിലും കേരളത്തിലുണ്ടാകുമെന്ന്. ആനകളുടെ എണ്ണം കുറയുന്നുണ്ടാവും, പക്ഷെ ചില നിയന്ത്രണങ്ങൾ നമ്മൾ ഈ കാര്യത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ പഴയ കാലത്തെ പോലെ ആനയെ രാവിലെ മുതൽ രാത്രി വരെ പറയ്ക്കും മറ്റും എഴുന്നള്ളിക്കുന്നതിൽ നിയന്ത്രണങ്ങൾ വന്നിട്ടുണ്ട്. ആനയ്ക്ക് വേണ്ടുന്ന ശുശ്രൂഷ നൽകുന്നതിൽ ശ്രദ്ധ വന്നിട്ടുണ്ട്. ഇത്തരം ഇടപെടലുകൾ നല്ലതാണ്. പക്ഷേ ഈ ആനയില്ലാത്ത പൂരങ്ങളെക്കുറിച്ചും ഉത്സവങ്ങളെക്കുറിച്ചും ഒക്കെ ചിന്തിക്കാൻ കേരളത്തിലെ ജനതയ്ക്കാകുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ നമ്മൾ ചില മൗഢ്യങ്ങൾ നമ്മൾ പലർത്തുന്നുണ്ട്. ഇപ്പോൾ തെരുവ് നായ്ക്കളുടെ പ്രശ്നം വന്നപ്പോൾ കേരളത്തിലൊരു വിവാദം ഉണ്ടായില്ലേ? ചില ആൾക്കാർ അതിനകത്ത് തെരുവ് നായ്ക്കൾക്ക് വേണ്ടിയിട്ട് രംഗത്ത് വന്നത് നമ്മൾ കണ്ടു. പക്ഷെ കേരളത്തിലെ ജനത ആ സമയത്ത് ചില തീരുമാനങ്ങൾ എടുത്തിരുന്നു. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന പ്രകൃതമുള്ള നായ്ക്കൾക്കെതിരായിട്ട് നടപടിയെടുക്കുന്നതിനെ സ്വാഭാവികമായിട്ടും ജനങ്ങൾ ഒന്നിച്ചണിനിരന്നില്ലേ? അപ്പൊ അതിലൊന്നും ജനങ്ങളെതിരല്ല. ഇനി നിയമതലത്തിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ, കാരണം ഇതിന് നിലനിൽപ്പുണ്ടോ എന്നുള്ള ഒരു കാര്യമാണ്. കാരണം അതെങ്ങനെയൊക്കെ ആയിരിക്കും ഒരു പക്ഷേ ഈ പറയുന്ന മുല്ലപ്പെരിയാറിന്റെ കേസിലൊക്കെ തന്നെ നമ്മൾ ഈ കേസ് കോടതി നമ്മളൊരു നിയമം, ഡാം സുരക്ഷാ നിയമം പാസ്സാക്കിയ ഘട്ടത്തിലൊക്കെ ഇതൊരു റെസ് ജുഡിക്കാറ്റ എന്ന് പറഞ്ഞുകൊണ്ട് തമിഴ്നാടിൻ്റെ അഭിഭാഷകൻ മണിക്കൂറുകളോളം റെസ് ജുഡിക്കാറ്റ എന്ന ആ ഒരു വാചകം ഉന്നയിച്ചുകൊണ്ട് കോടതിയിൽ സാക്ഷ്യപ്പെടുത്തിയ വിവരണങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഇത്തരത്തിൽ നോക്കുമ്പോൾ ഇപ്പോൾ അത് ആ പരിധിയിലൊന്നുമല്ലേ എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഇതിന് എത്ര നിലനിൽപ്പുണ്ട് ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ കൂടി? ശ്രീ ദേവദാസ്. ഇതിന് ശരിക്കുള്ള നിലനിൽപ്പ്, അതുകൊണ്ടാണ് ഒരു സ്പോട്ട് എന്ന് പറയുമ്പം സ്റ്റേറ്റ് ആക്ട് ആണ്. അതുകൊണ്ടാണ് ഇതുവരെ റിലിജൻ എന്ന് പറഞ്ഞത് സ്പോർട്സ് ആക്കി മാറ്റി ഈ നിയമസഭയിൽ നിന്ന് പാസ്സാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സുപ്രീം കോടതിയിൽ പറയേണ്ടത് ടിൽ 2017 ഇത് സ്പോർട്ടായിട്ട് അംഗീകരിച്ചിട്ടില്ല ഇന്ത്യയിൽ. ഏത് അസോസിയേഷൻ? ഇന്ത്യ മുഴുവൻ ആ റൂൾ ഇല്ല. അപ്പം അതിനെ നൾ ആൻഡ് വോയിഡ് എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതി സ്ക്വാഷ് ചെയ്യുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ സുപ്രീം കോടതിയിൽ എന്ത് പറ്റുന്നു? TS താക്കൂർ റിട്ടയർ ചെയ്തപ്പോൾ ഇതേ IPL 3, 6 എല്ലാം കള്ളക്കളി കളിച്ചിട്ട് ഇപ്പം സെൻട്രൽ ഗവൺമെന്റ്, മോഡിന്റെ ഈ ഹരിദാസിന്റെ ഗവൺമെന്റിന്റെ അറ്റോർണി ജനറൽ പറയുന്നു റെയിൽവേസിനും സർവീസസിനും വേണ്ടി ലോധ കമ്മീഷൻ മാറ്റണമെന്ന് മിഞ്ഞാന്ന്. അത് നാളെ വിധി വരും. അപ്പൊ നിങ്ങൾ ഈ കളവ് കാണണം. ഇവിടെ സുപ്രീം കോടതി മാറി, ഞങ്ങൾ സുപ്രീം കോടതിയിൽ നോക്കുന്നു. ഇനി സുപ്രീം കോടതിയിലേക്ക് നേരിട്ടിട്ട് പോവാ. ഇത് നൾ ആൻഡ് വോയിഡ് ആക്കണം. ഇത് കോടതി വിധിനെ മറികടക്കുന്ന സ്റ്റുപ്പിഡ് ഫൂളറി ആയിരുന്നു തമിഴ്നാട് ഗവൺമെന്റിന്റെ. ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ലോ ആൻഡ് ഓർഡർ. ഈ സുപ്രീം കോടതി തമിഴ്നാടിനെതിരെ കണ്ടംപ്റ്റ് ഓഫ് കേസ് എടുക്കണം. ഇന്നലെ മരിച്ച ആൾക്കാർക്ക് കോമ്പൻസേഷൻ കൊടുക്കണം. എന്നാൽ പിന്നെ സർക്കസിൽ ആനേനെയെല്ലാം ഉപയോഗിക്കാൻ വിടണ്ടേ? പിന്നെ ഈ ഹരിദാസ് പറഞ്ഞ പോലെ ആനയൊന്നും വേണ്ട, ഈ പൂജാരി എന്നെ തലയിലെടുത്ത് നടന്നാൽ മതി. ആന 14 കിലോമീറ്റർ ദിവസവും നടക്കണം, എന്നാലേ ആനേൻ്റെ മസിൽസ് ശരിയാവുള്ളൂ. അങ്ങനത്തെ ആനേനെ പിടിച്ചിട്ട് ഈ ചാക്കിൽ വെള്ളമൊന്നും ഇല്ല. അതെല്ലാം 1, 2 കാലെല്ലാം എല്ലൊടിഞ്ഞിട്ടാണ് പൂരത്തിന് 10, 20 ആന. ഈ ADM ഓർക്ക് മനുഷ്യരോട് ഒരു വിലയുമില്ല. മൃഗത്തോട് ഉള്ള ഒരു സൈക്കോപാത്താണ് ഇവർ. സൈക്കോപാത്ത് പനീർ സെൽവവും കൂട്ടരും തമിഴ്നാട് മിക്ക ആൾക്കാരും അതിലുള്ള സൈക്കോപാത്ത്. അതാണ് നമ്മുടെ അടിസ്ഥാന ഭരണഘടനയുടെ, സുപ്രീം കോടതിയൊക്കെ തന്നെ അടിസ്ഥാന തത്വങ്ങളുണ്ട്. അത് വ്യതിചലിക്കുന്നു എന്ന് തോന്നിയാൽ ഒരുപക്ഷെ കോടതിക്ക് ഇടപെടാനുള്ള സാഹചര്യം, അതാണ് ഒരുപക്ഷെ അതിനെ ശ്രേഷ്ഠമാക്കുന്നത് ആ സംവിധാനത്തെ. ആരും സുപ്രീം കോടതി വിധിക്കെതിരല്ല. പക്ഷേ പറഞ്ഞോളൂ. ആരും സുപ്രീം കോടതിക്കോ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയ്ക്കോ എതിരല്ല. നമ്മൾ പറയുന്നത് ഇവിടെ ചില മൃഗങ്ങളെ കൊല്ലുന്ന സമയത്ത് ഒരു കാര്യങ്ങളും നോക്കുന്നില്ല. ആന എഴുന്നള്ളിപ്പിന് വരുമ്പോ അതിന് വലിയ മൃഗസ്നേഹം, കാട്ടിൽ ആന ചെരിയുമ്പോ ഒരാളുടെയും കണ്ണീരും ഇതൊന്നും കാണാനുമില്ല. അപ്പോ ഈ ഇരട്ടത്തപ്പാണ് നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങൾക്ക് അടിസ്ഥാനപരമായിട്ടുള്ള കാരണം. നമ്മൾ സുപ്രീം കോടതിയുടെയും സർക്കാരിന്റെയും പേര് പറഞ്ഞ് നമ്മുടെ ആചാരങ്ങൾ തകർക്കാൻ ശ്രമിക്കരുത്. പ്രധാനമായിട്ട് പറയാനുള്ളത് ഹരിദാസിനോടാണ്. ശ്രീ KVS ഹരിദാസ്, കഴിഞ്ഞ വർഷവും മരീന ബീച്ചുണ്ട്, കഴിഞ്ഞ വർഷം ഈ ആളുകളുണ്ട്. അല്ല, ഇതൊക്കെ ഉണ്ടായിട്ടും എന്തായാലും നമുക്കിവിടെ അവിടെ ആളുകൾ വന്ന് സംഘം ചേർന്നില്ലല്ലോ. ജയലളിത അവസാന വാക്ക് പറയും. അവസാന വാക്ക് പറയാൻ തമിഴ്നാട്ടിലൊരു നേതാവില്ല ഇപ്പോൾ. ആ നേതൃശൂന്യതയുണ്ടല്ലോ, ആ ശൂന്യതയെ ഉപയോഗിക്കാനുള്ള
കുൽസിത വൃത്തി രാമക്ഷേത്രത്തിൻ്റെ പേരിൽ പള്ളി ആക്രമിച്ച കുൽസിത വൃത്തിയുണ്ടല്ലോ, അത് ഒരിക്കൽ കൂടി ആവർത്തിക്കാൻ നിങ്ങൾ തമിഴ്നാട്ടിൽ ശ്രമിച്ചാൽ അപായകരമായ സൂചനകളിലേക്ക് ഈ രാജ്യം പോകും. ദേവദാസ് പറഞ്ഞതുമാതിരി ഓരോരുത്തരും തോന്നിയ മാതിരി കാണിക്കും. അപ്പോൾ ഒരു മോദിക്ക് പിന്നെയും തടയാൻ കഴിയില്ല. കോടതിയെ ഒരാഴ്ച മാറ്റിവെച്ച് ചെയ്തു. ഇനി ശശി പറഞ്ഞ കാര്യത്തിലെത്താം. ഞാൻ ഇപ്പോഴും ശശി എല്ലാ ബഹുമാനത്തോടെയും കൂടെ താങ്കളുടെ കാര്യം പറയട്ടെ. ലോകം മാറിയിരിക്കുന്നു. മാറിയിട്ട് മൃഗങ്ങളെ സംബന്ധിച്ച് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട് മാറുകയും അവയെ കൂടി സംരക്ഷിക്കുന്ന ഒരു ജനാധിപത്യ പരിസരം ലോകത്തുടനീളം ഉയർന്നു വരികയും ചെയ്തിരിക്കുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ ആനയെക്കുറിച്ച് സംസാരിക്കുന്നത്. താങ്കൾ ഉത്സവത്തിൻ്റെ പശ്ചാത്തലത്തിൽ സംസാരിക്കുന്നു. നമുക്ക് രണ്ട് കാഴ്ചപ്പാടാണുള്ളത്. ഏത് കാഴ്ചപ്പാട് ശരിയെന്ന് താങ്കൾ തന്നെ ഇന്ന് വൈകുന്നേരം രാത്രി കിടക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. അല്ലാതെ ആനയെ സംരക്ഷിക്കുകയില്ല എന്നുള്ളതല്ല. ആനയ്ക്ക് ഒരു മൃഗമെന്ന നിലയ്ക്ക് അവകാശമുണ്ട് നിലനിൽക്കാൻ. താങ്കൾ പറയുന്നതനുസരിച്ച് തടി പിടിക്കാൻ പോലും ഇപ്പോൾ ആവശ്യമില്ല ആന. അങ്ങനെ വരുമ്പോൾ ഉത്സവത്തിന് കൊണ്ട് നിർത്തുന്ന ആനയാണ് ഉത്സവം എന്നൊന്നും തെറ്റിദ്ധരിക്കരുതെന്ന് ഞാൻ പറയുന്നു. ആനയില്ലാത്തപ്പോഴും ഉത്സവം ഉണ്ടായിരുന്നു. തീർച്ചയായും ശ്രീ KBS 20 സെക്കൻഡിൽ മറുപടി അവസാനത്തെ. KBS കേൾക്കാമെങ്കിൽ. ഞാൻ പറയാം പ്രതീക്ഷ, ഒരു ഇടയ്ക്ക് ശബ്ദം കേൾക്കുന്നു, പുറത്തേക്ക് 20 സെക്കൻഡ് അവസാന ഘട്ടത്തിൽ. ഈ പ്രശ്നങ്ങളിലൊക്കെ തന്നെ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത് തന്നെയാണ്. BJPയുടെ രാഷ്ട്രീയ കളിയായിട്ടൊന്നും ഇതിനെ ചിത്രീകരിക്കരുത് ദൈവത്തെ വിചാരിച്ചിട്ട്. BJP അവിടെ കേന്ദ്ര സർക്കാർ ചെയ്തത് തമിഴ്നാട്ടിലൊരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ അതിനൊപ്പം നിൽക്കുക ചെയ്തത്. ആ പ്രശ്നം പരിഹരിക്കാൻ കൂടെ നിന്നു. അത് കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവാദിത്തം. അവിടെ പ്രശ്നങ്ങൾ വഷളാക്കാനല്ല. അത് ഏത് സംസ്ഥാനത്തായാലും അത്തരം ഒരു പ്രതിസന്ധി ഉണ്ടാകുകയും അതിനോട് ചേർന്ന് നിൽക്കണമെന്ന് സംസ്ഥാനം ആവശ്യപ്പെടുകയും ചെയ്താൽ കഴിയാവുന്നത് ചെയ്യാനുള്ള ഉത്തരവാദിത്തം കേന്ദ്രത്തിന്. ശ്രീ ദേവദാസ്, അവസാനമായി ദേവദാസ്, ഇനി എന്തായാലും അവസാനമായി ഇനി നൽകാൻ കഴിയുന്ന കോടതികളിലേക്കൊക്കെ എത്തുമ്പോൾ അവിടെ ഒരുപക്ഷെ ഈ സംഘടനയ്ക്ക് പെറ്റയ്ക്കോ ഒക്കെ പറ്റുന്ന തരത്തിലേക്ക്, വാദിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് കൂടി തമിഴ്നാട്ടിലെ ഈ ഇൻസിഡന്റ് മാറിയിട്ടുണ്ടോ? വാദഗതികൾ കൂടുതൽ ഉയർത്താൻ കഴിയുന്ന സാഹചര്യം വരുന്നുണ്ടോ? വളരെ ചുരുക്കി. ഉയർത്താൻ ഒറ്റൊന്നേ ഉള്ളൂ. ഈ നിയമസഭയിൽ ഇതാക്കിയ കോടതി വിധിനെ മറഞ്ഞുകൊണ്ടാണ് ഇവർ പറഞ്ഞത് കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിന് എടുക്കണം. പിന്നെ ഇതൊരു സ്പോർട്ടല്ല. നിയമസഭയ്ക്ക് പാസ്സാക്കാനുള്ള ഒരു അധികാരവും സ്റ്റേറ്റ് സ്പോർട്ടിൽ ഇല്ല. ഇത് സ്പോർട്ടാക്കി മാറ്റി, റിലിജൻ സ്പോർട്ടാക്കി മാറ്റിയിട്ട് നിയമസഭയിൽ ഇന്ന് പാസ്സാക്കിയതാണ് ഈ റൗഡിസമാണ് ചെയ്തത്. ഇതിൻ്റെ എതിരെ സ്റ്റേറ്റ് സ്പോൺസേർഡായിട്ട് ചെയ്ത ഇന്നലത്തെ ജല്ലിക്കെട്ടിൽ മരിച്ച ആൾക്കാരെതിരെ ഗവൺമെൻറ്റിൻ്റെ എതിരെ കേസെടുക്കണം എന്ന് കൂടി പെറ്റ സുപ്രീം കോടതിയിൽ നാളെ വാദിക്കണം. ഈ മരണപ്പെട്ടതും 100 ആളെ പരിക്കേറ്റതും ഇത് വാദിക്കണം. പിന്നെ ഇതിന് ബാക്കപ്പ് ചെയ്ത ആളെയും പിന്നെ സെൻട്രൽ ഗവൺമെൻറ് ഇത് എന്തുകൊണ്ട് നടപടിയെടുത്തില്ല? സ്റ്റേറ്റ് എടുക്കാത്തപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് എന്തുകൊണ്ട് മോഡിയും ഗവൺമെൻറ് പിട്ട് നിന്ന പോലെ പൊട്ടന്മാരെ പോലെ നിന്നതും പീപ്പിൾ ഫോർ അനിമൽസിന്റെ നിങ്ങളുടെ ഇടപെടൽ നാളെ കോടതിയിലേക്കുള്ള പല ചോദ്യങ്ങളും ഉയർത്തുമ്പോൾ നിലപാട് എന്തായിരിക്കും ഈ അവസാന ഘട്ടത്തിൽ? ഇനി കോടതിയിലേക്ക് ചലഞ്ച് ചെയ്യപ്പെടേണ്ട ഒക്കെ സാഹചര്യങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും. കാരണം ഇത് പറഞ്ഞതുപോലെ ഇതൊരു സ്പോർട്ടിംഗ് ഇവന്റ് അല്ല. കാരണം രണ്ടുപേര് മരിക്കുക എന്ന് പറഞ്ഞാൽ അതിനൊരു സ്പോർട്ടിംഗ് ഇവന്റും പ്രത്യേകിച്ച് നമ്മുടെ കൾച്ചറിന്റെ ഒരു ഭാഗമായിട്ട് അതിനെ നമ്മൾ വിളിച്ച് പറയുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോഴും അങ്ങനെ ഒരു സാവേജ് കൾച്ചറിന്റെ ഉടമസ്ഥരാണ് എന്ന് നമ്മൾ ലോകത്തോട് പറയുന്ന പോലെയാണ്. അതായത് ആളുകൾ മരിച്ചാലും നമുക്ക് കുഴപ്പമില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു ഇതുപോലെയാണ്. പിന്നെ ഇവിടെ ഒരു സമയമുണ്ടെങ്കിൽ ഞാൻ പറയാം, ഇവിടെ ഏറ്റവും കൂടുതൽ മൃഗങ്ങളെ ഭക്ഷണത്തിന് കൊല്ലുന്ന കാര്യം പറയുന്നുണ്ട്. ഇതുമായിട്ട് ഒരിക്കലും നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അത് കൺസ്യൂമറിസമാണ്. അവസാനം ഒരാൾ വരെയെങ്കിലും മീറ്റ് കഴിക്കുന്നുണ്ട് എങ്കിൽ അത് മാറില്ല. മൃഗങ്ങളെ ഭക്ഷണത്തിന് വേണ്ടി കൊല്ലുന്നത് എന്തായാലും മാറില്ല. PETA PFA ഒരിക്കലും മീറ്റ് ബാൻ ചെയ്യണമെന്ന് പറയാറില്ല. പക്ഷെ ലീഗലൈസ്ഡ് സ്ലോട്ടർ ഹൗസസ് വേണമെന്ന് പറയാറില്ല. മൃഗങ്ങളെ കൊല്ലുന്നത് കുറച്ചുകൂടെ ഹ്യൂമനായിട്ട് വേണമെന്ന് മാത്രമേ പറയാറൂ. അപ്പം ഇതുമായിട്ട് ഒരിക്കലും ഇക്വേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം മാംസബുക്കുകൾ ഒരിക്കലും ഇല്ലാതാവില്ല എന്ന് തികഞ്ഞ ബോധമുള്ളവരാണ് PETAയും PFAയും പോലുള്ള എല്ലാ ഓർഗനൈസേഷൻസും. വളരെ നന്ദി. ചർച്ചയിൽ പങ്കുചേർന്ന ശ്രീ KBS ഹരിദാസ്, ശ്രീ ശശി, സുരേന്ദ്രബാബു, ദേവദാസ്, അനൂപ് ചന്ദ്രൻ.